അമ്മ ഭയങ്കര കലാപ്രകടനമാണ്. കുഞ്ഞിലായിരിക്കുമ്പോഴേ പാട്ട്, ഡാൻസ്, അങ്ങനെ എല്ലാം ഇവിടെ കിടന്ന് ഒറ്റയ്ക്ക് കാണിക്കും. അമ്മ പറഞ്ഞു ഇങ്ങനെ കുട്ടിക്ക് പെൺകൊച്ചുണ്ട്, അമ്മക്കൊരു കമ്മ്യൂണിസ്റ്റ് ഒരു കൊച്ചു വേണമല്ലോ, അപ്പോൾ ഈ കുട്ടിയെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ നേരിട്ട് ചെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, അപ്പം നിങ്ങൾ പോയി കണ്ട് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞോളാം. കാമ്പശ്ശേരി മാമനുണ്ട്, തോപ്പിൽ വാസി മാമനുണ്ട്, അച്ഛനുണ്ട്. വന്ന് കണ്ട് പേര് ചോദിക്കുന്ന അമ്മ പേര് പറയുന്നു, പാട്ടൊക്കെ പാടാൻ അറിയാം, പിന്നെ ഏത് പാട്ട് വേണം, ഇതൊക്കെയാ ചോദ്യം. ആ സ്വഭാവം തന്നെ കേട്ടോ ഇപ്പോഴും. അവർ പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ പറഞ്ഞു എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ കിട്ടും, അതിന് സഭാകമ്പമില്ല. വീട്ടിൽ വന്ന് ഇത് സഖാക്കൾ സംസാരിക്കുകയാണ്. അപ്പം രാഷ്ട്രീയക്കാരല്ലേ വരുന്നത്, കമ്മ്യൂണിസ്റ്റുകാർ. അപ്പം മോൾക്ക് താല്പര്യമാണെങ്കിൽ വിടാം എന്ന് പറഞ്ഞു. പിന്നെ ഈ നാടക വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത് അമ്മ. അന്നൊക്കെ റോഡൊക്കെ ചെറുതായി, പിന്നെ ഇങ്ങോട്ട് നടന്നു വരണം. അന്നേരം ഇവിടെ ഉള്ള സദാചാര പ്രവർത്തകരെല്ലാവരും കൂടെ പറഞ്ഞു ഇനി വരുമ്പോൾ തടയണം. അങ്ങനെ അവര് വന്നു ഗ്രൂപ്പായിട്ട് തടയാൻ വന്നപ്പോഴാണ് അമ്മ പ്രശസ്തമായ കൊടുവാളുമായിട്ട് കത്തിയെടുത്തിട്ട് എൻ്റെ മകളെ എനിക്ക് ഇഷ്ടമുള്ള കണക്ക് ഞാൻ വിടും, അവള് പോകുന്നതേ സഖാക്കളോടൊപ്പമാണ്. നാളെ നിങ്ങൾ എൻ്റെ മകളുടെ പേരിൽ നിങ്ങൾ അഭിമാനം കൊള്ളും, നോക്കിക്കൊന്നു പറഞ്ഞു. ആ കുട്ടി എൻ്റെ അമ്മ വിജയകുമാരി, വെട്ടുകത്തി എടുത്തോണ്ടിരുന്ന ആള് സഖാവ് ഭാർഗവി എൻ്റെ അമ്മ. ആ നാടക ട്രൂപ്പിന്റെ പേര് KPSC. അന്ന് കൊണ്ടുപോയി കളിച്ച നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചരിത്രത്തെ തിരുത്തി കുറിച്ചവർ, ചരിത്രത്തോടൊപ്പം നടന്നവർ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇപ്പം നമ്മളിരിക്കുന്നുണ്ടല്ലോ, ചരിത്രം തന്നെ പിറന്നു വീണ, ചരിത്രത്തിനെ ഇങ്ങനെ ചാലിട്ട് ഒഴിക്കുക, അത്തരം ഒരു വീട്ടിലും, അങ്ങനെ ഒരു വീട്ടിൽ ജനിച്ചു വീഴുക. ഒരു ചരിത്രത്തോടൊപ്പം എന്ന് പറയുമ്പോൾ സമരങ്ങളുടെ കാലം കൂടിയാണ്, സമരങ്ങളോടൊപ്പം വളർന്നു വരിക, പിന്നീട് സ്വന്തം ജീവിതം തന്നെ പുതിയൊരു ചരിത്രത്തിലേക്ക് നടന്നെടുക്കുക. അങ്ങനെയുള്ളൊരു വീട്, അങ്ങനെയുള്ള ഒരു വീട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട അതിഥി സന്ധ്യ രാജേന്ദ്രൻ. അപ്പോൾ ചേച്ചി പറയും, നമ്മൾ എവിടെ മുതൽ തുടങ്ങും? ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നിടത്തുനിന്ന് പുറകേട്ട് ഒന്ന് പൊന്മാനിലെ കഥാപാത്രം, രണ്ട് അതിനേക്കാളും ശക്തം ശാകുന്തളം. ശകുന്തള എന്ന് പറയുന്നത് നമ്മൾ ആസ് ഇറ്റ് ഈസ് പഠിച്ചതും കേട്ടതും അനുഭവിച്ചതും, അതായത് പല പുരാണങ്ങളിലൂടെ പല ഉപകഥകളിലൂടെ നമ്മൾ വായിച്ചനുഭവിച്ചത്, കേട്ടത്, കണ്ടത്, അങ്ങനെയൊക്കെയുള്ള ശകുന്തള എന്ന് പറഞ്ഞാൽ ഏറ്റവും പൂമ്പാറ്റെ പോലെ ഒരു കുഞ്ഞു നടക്കുന്ന ഒരു കുഞ്ഞു പെൺകുട്ടി. അവൾ ഒരാൾ വന്ന് പറ്റിച്ചു, അയാളുടെ കുറ്റമല്ല, അവളുടെ കുറ്റമല്ല, അത് വിധിയായിട്ട് എന്താ പറയുന്നത്, ഇതിഹാസ മഹാകവികൾ അതിനെ വിധിയാക്കി മാറ്റി രൂപരേഖ ചെയ്യപ്പെട്ടു. അവസാനം വന്ന് ഇയാൾ വന്ന് ആ തെറ്റേറ്റ് പറയുമ്പോൾ ഇത് അയാളുടെ കുറ്റവുമല്ല, ഇതൊരു വിധിയുടെ പ്രശ്നമായിരുന്നു, ഒരു മോതിരത്തിൻ്റെ ഒരു പ്രശ്നം, അത് കാണാതെ പോയതുകൊണ്ട് ഞാൻ മറന്നുപോയി, അത് ശാപമാണ് എന്ന് പറയുമ്പോൾ മകനോട് പറയുന്നു, മകനെ നിൻ്റെ ഭാഗ്യത്തോട് തന്നെ ചോദിക്കൂ, ഇതാ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പട്ടമഹർഷിയായി പോയി സസുഖം വാഴുന്ന ഒരു സ്ത്രീയായിട്ടാണ് നമ്മൾ ശകുന്തളെ കണ്ടിരിക്കുന്നത്. അതുമാത്രമാണോ ശകുന്തള? ആ അന്വേഷണമാണ് ശാകുന്തളത്തിലെത്തിയത്. കാളിദാസ കലാന്തരത്തിന് ഇന്നത്തെയും കാളിദാസ കലാകേന്ദ്രം എന്ന് ONV മാമനും ദേവരാജ മാമനും അച്ഛനും കൂടാണ് അതിന് പേര് വെക്കുന്നത്. ആധുനിക മലയാള നാടക ചരിത്രം എടുക്കുമ്പോൾ KPSCക്കുള്ള പങ്കും, ഒപ്പം KPSCയുടെ തണലിൽ നിന്ന് സ്വയം പര്യാപ്തം നേടിയ കാളിദാസ കലാകേന്ദ്രവും ചരിത്രത്തിന്റെ ഭാഗമാണ്. ശരിക്കും പാർട്ടിയുടെ തിരിവല്ലേ ഇതിലേക്ക് എത്തിച്ചത്? ഒരുപാട് രാഷ്ട്രീയമുണ്ട് അതിനകത്ത്. കാരണം ആ സമയത്ത് ഈ മുടിയനായ പുത്രൻ എന്ന് വെച്ചാൽ അച്ഛൻ ഒരു എന്താ പറയുന്നത് ബൈസ്റ്റാൻഡർ ആയിരുന്നു. അച്ഛൻ O മാധവൻ എന്ന് പറയുന്നത് വേറെ ഒരു വലിയ ചരിത്രം. അതെ, അച്ഛൻ എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകനും SF അന്ന് SF സ്റ്റുഡൻസ് ഫെഡറേഷൻ ആയിരുന്നു. അച്ഛൻ ഒരു കർഷക കുടുംബത്തിൽ ചുനക്കര, ആലപ്പുഴ ജില്ലയിൽ ചുനക്കരയിൽ തറവാട്ടിലാണ് അച്ഛൻ ജനിക്കുന്നത്. ഉമ്മിണിയുടെയും കുട്ടിയമ്മയുടെയും മകനായിട്ട്, ഏറ്റവും മൂത്ത മകനാണ് കേട്ടോ. 10 മക്കൾ, 11 പ്രസവിച്ചു, അതിൽ 10 മക്കളാണ് കിട്ടിയത്. അതിൽ ഏറ്റവും മൂത്ത മകനാണ് മാധവൻ. O എന്ന് പറയുന്ന ഉമ്മിണി മകൻ മാധവൻ എന്നുള്ളതാണ് O. ബാക്കി എല്ലാവർക്കും തറയിൽ കുട്ടിയമ്മ TK ആണ് കിട്ടിയത്. പക്ഷെ അച്ഛന് മാത്രമേ ഉള്ളൂ O വന്നിട്ടുള്ളത്. അത് അമ്മയുടെ ബ്രദേഴ്സ്, അമ്മാവന്മാർ, അന്നൊക്കെ ഈ മരുമക്കത്തായി ഒന്നുമില്ല, അമ്മാവന്മാർക്ക് ഭയങ്കര പ്രഭയുള്ള സമയം, അവരാണ് കൂടുതൽ അധികാരം. അപ്പൊ അതൊരു വിപ്ലവമാണല്ലോ, അച്ഛന്റെ പേരിട്ടിട്ട്. അപ്പൊ അമ്മാവന്മാര് പറഞ്ഞ് അതൊക്കെ മാറ്റി അച്ഛന്റെ പേരിട്ടാൽ മതി പറഞ്ഞു. O ഇട്ടിട്ടാണ് അച്ഛനെ സ്കൂളിൽ ചേർക്കുന്നത്. പിന്നെ അച്ചാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യത്തിന് ഡൈവോഴ്സ് എന്ന് പറയുന്ന ഒരാളാണ് ഉമ്മണി അച്ചാച്ചൻ. 3ാമത്തെ കല്യാണമാണ് കുട്ടിയമ്മ. അപ്പൊ അതിനു മുമ്പേ ഉള്ളതെന്ന് വെച്ചാൽ കർഷകരാണല്ലോ, ഇവരൊക്കെ കർഷകരാണ്. അപ്പൊ ഒരുപാട് സ്ഥലവും പശുക്കളും ഇതൊക്കെ ഉണ്ട്. അപ്പം കല്യാണം കഴിച്ച് വന്ന സ്ത്രീകൾക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ചാണകം
അതങ്ങോട്ട് കോരാൻ പറഞ്ഞപ്പോൾ ഇവർ ഈ നിറച്ച് മരച്ചീനി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ കൊള്ളിക്കിഴങ്ങിൻ്റെ ഇല പറിച്ചെട്ടി ചാണകം, ഡൈവോഴ്സ്. പിന്നൊന്ന് അതും ശരിയായില്ല. പിന്നെ മൂന്നാമത് ഈ നല്ല സ്ഥലവും ഒക്കെ ഉണ്ട്, നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ അപ്പോൾ പെണ്ണന്വേഷിച്ച് മാവേലിക്കരയിലെത്തുകയാണ് ഈ അന്വേഷണം. അപ്പോൾ അവിടുത്തെ കുട്ടിയമ്മയുടെ സഹോദരന്മാർ ഭയങ്കര കുശാഗ്ര ബുദ്ധിക്കാരും മിടുക്കന്മാരുമാണ്. അപ്പോൾ അന്വേഷിച്ചപ്പം പയ്യൻ ഇങ്ങനെ. അപ്പം ഇവർ പറഞ്ഞു മാവേലിക്കര കോടതി വരെ വരണം, കല്യാണമൊക്കെ നടത്തി തരാം, പക്ഷെ മാവേലിക്കര, അപ്പോൾ കോടതിയൊക്കെ തുടങ്ങിയിട്ടു. മാവേലിക്കര കോടതിയിൽ ഉമ്മണി അച്ചാച്ചൻ ചെല്ലുന്നു, രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. ഒരു പക്ഷെ ആദ്യമായി രജിസ്റ്റർ ചെയ്ത വിവാഹം അവിടെ നിന്ന് നിങ്ങൾ കുടുംബപരമായ ചരിത്രന്മാർ അമ്മണി അമ്മയുടെയും കുട്ടിയമ്മയുടെയും എനിക്ക് ആദ്യം വിവാഹം രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് അമ്മമാർ ഉമ്മണി അച്ചാച്ചനൊക്കെ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ, ഡൈവോഴ്സ് അങ്ങനെ പെണ്ണിനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല കേട്ടോ, രേഖയായിപ്പോയി, രേഖയാക്കി എന്ന് പറഞ്ഞു. അപ്പം അച്ചാച്ചൻ ഇതൊക്കെ നിയമമൊക്കെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് പക്ഷെ കുട്ടിയമ്മ ഒരു അതീവ സുന്ദരിയായിരുന്നു. പക്ഷെ എന്താണോ അച്ചാച്ചൻ ആഗ്രഹിച്ചത് അതിൻ്റെ 101% കുട്ടിയമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാൻ, തറയിൽ കുടുംബത്തിന് കൊടുക്കാൻ സാധിച്ചു. 10 മക്കൾ നിറഞ്ഞ നിന്ന ഒരു സ്ത്രീയായിരുന്നു. അച്ചമ്മയോടുള്ള സൗന്ദര്യം കൊച്ചുമക്കൾ ഞങ്ങൾക്ക് ആർക്കും ലഭിച്ചിട്ടില്ല. അവസാന കാലം വരും നല്ല എന്താ പറയുക, പൊന്നിൻ്റെ നിറവും നല്ല ബോഡി ഷേപ്പും നല്ല മുടി, ഏത് പാതിരാത്രി ചെന്നാലും അവർക്കുള്ള ഭക്ഷണം ആ വീട്ടിൽ ഒരു കരുതലുണ്ടാവും. അച്ഛൻ നമ്മുടെ അക്കാലത്തെ ഐശ്വര്യലക്ഷ്മി സങ്കല്പം. അങ്ങനെയുള്ള ഒരു വീട്ടിൽ നിന്ന് എങ്ങനെയാ ഇങ്ങനെ ഒരു വിപ്ലവകാരി ഉണ്ടായത്? ഈ അമ്മാവന്മാരുടെ ലാളനകൾ ഒരുപാട് ഏറ്റുവാങ്ങി, മൂത്ത ആൺകുട്ടിയാണല്ലോ, അങ്ങനെ വളർന്നു. പിന്നെ അതിൻ്റെ താഴെ കുട്ടികളുണ്ടായെങ്കിലും മാധവൻ എന്ന് പറഞ്ഞ കുട്ടിയോടുള്ള സ്നേഹം അവർക്ക് ഭയങ്കരമായിരുന്നു. അങ്ങനെ ഇരിക്കെ 10ാം ക്ലാസ് അച്ഛൻ നല്ല രീതിയിലാണ് പാസ്സാവുന്നത്. അപ്പം അച്ചാച്ചൻ പറഞ്ഞു ഇനി പഠിത്തമൊന്നും വേണ്ട, ഞാൻ 2-3 പശുക്കളെയും കൂടെ മേടിക്കുന്നുണ്ട്, ഇനി കൃഷി നോക്കി, ഇനിയിപ്പോൾ പഠിച്ചിട്ട് എന്ത് നേടാനാണ്? അതും ഈ പറഞ്ഞ കണക്ക് ഈഴവ സമുദായത്തിൽപ്പെട്ട ഒന്നും അങ്ങനെ അങ്ങോട്ട് ഉയരാനൊന്നും പോകുന്നില്ല എന്ന് അച്ചാച്ചനറിയാം. അച്ഛമ്മയോടൊക്കെ ചെന്ന് പറഞ്ഞു എനിക്ക് പഠിക്കണം അമ്മ, പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മോനെ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞു. അച്ഛനൊക്കെ കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ശരി, കൃഷിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്കത് ശബരിമലയ്ക്ക് പോയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ശബരിമല വരെ പോകാനുള്ള പൈസ ഇല്ലല്ലോടാ, ഒരു കാര്യം ചെയ്യും. അപ്പോൾ ചെനപറ്റിയ ഒരാട് നിപ്പുണ്ട്, ഈ ആടിനെ കൊടുത്തിട്ട് പറയുന്നു ഇതിനെ കൊണ്ട് വിറ്റ് ആ പൈസയ്ക്ക് ശബരിമലയ്ക്ക്. അച്ഛൻ അത് കൊണ്ടുപോയി ചന്തയിൽ വിറ്റിട്ട് ആ കിട്ടിയ പൈസയും കൊണ്ട് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു, പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചെയ്തു. അപ്പം ആദ്യമായി വിപ്ലവം ഉണ്ടായത് അവിടെ നിന്നാണ്. പിന്നെ കൊല്ലം എസ് എൻ കോളേജിലേക്ക് BA ഇംഗ്ലീഷിൽ വന്ന് ചേരുകയാണ് അച്ഛൻ. അപ്പോൾ അവിടെ ഒ.എൻ. വി. അമ്മനുണ്ട്. അങ്ങനെ ആ സമയത്തുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അവിടെ പഠിക്കുന്നുണ്ട്. SF എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ട് ആദ്യമായി ഒരു വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുകയാണ്. എസ് എൻ കോളേജിൽ എലക്ഷൻ വെക്കുന്നു. എലക്ഷൻ വെക്കാൻ പറ്റില്ലെന്ന് അന്നത്തെ പ്രിൻസിപ്പൾ പറയും. പക്ഷെ അങ്ങനെ എല്ലാവരും നിന്നിട്ട് അഭിപ്രായ വോട്ടെടുപ്പിൽ O. മാധവൻ SF-ൻ്റെ കോളേജ് ചെയർമാനാവുന്നു. SF-ൻ്റെ കേരളത്തിലെ ആദ്യത്തെ സെക്രട്ടറിയാണ് അച്ഛൻ. അപ്പോൾ അച്ഛൻ അതാകുന്നു. പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചരിത്രത്തിലുള്ള സമരമാണ് SN കോളേജിലുണ്ടാകുന്ന ഒരു വിദ്യാർത്ഥി സമരം. പക്ഷെ അച്ഛൻ ഒരുപാട് ദേഹോപദ്രവം ഏൽക്കേണ്ടി വന്നു. അത്രയ്ക്ക് ഉപദ്രവിച്ചിട്ട് അച്ഛൻ്റെ മുടി ഇങ്ങനെ കുത്തിരി പിടിച്ചിട്ട് ചവിട്ടി മുടി, അയാളുടെ കയ്യിൽ അച്ഛൻ കാണുന്നുണ്ട് ഒരു കുത്തും മുടി അച്ഛൻ്റെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇലക്ട്രിക് വെച്ച് അച്ഛനെ ഉരുക്കിയിട്ടുണ്ട്. ഇലക്ട്രിക് വെച്ചിട്ട് കറണ്ട് അടിപ്പിച്ച് ഈ 2 ഭാഗവും മാംസം ഉരുക്കിയിരുന്നു. അവിടുന്ന് അല്പപ്രാണനായിട്ടാണ് അച്ഛനെ തിരിച്ചു കിട്ടുന്നത്. പക്ഷെ അവിടുന്ന് പിന്നെ മുഴുനീള രാഷ്ട്രീയ പ്രവർത്തകനാവുക. ഈ നേതാക്കൾ പലരും ഒളിവ് പോകുമ്പോൾ പലരും മാറി മാറി അഭിനയിക്കുമ്പോൾ അച്ഛൻ സ്വാഭാവികമായിട്ടും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിൽ ചെറിയ പപ്പു എന്ന് പറയുന്ന വേഷത്തിലേക്ക് വരുന്നു. പപ്പുവായിട്ട് സ്ഥിരം അഭിനയിക്കുകയാണ്. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാമ്പശ്ശേരി മാമന് ഇതാണ് ഒളിവിൽ പോകേണ്ടി വരുന്നു. കാമ്പശ്ശേരി മാമനായിരുന്നു പരമപിള്ളയായിട്ട്. അപ്പോൾ അച്ഛൻ പരമപിള്ളയായിട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ വെറും ഒരു ബാലനടിയായിട്ടാണ് അമ്മ വരുന്നത്. അമ്മ എല്ലാവരും അങ്ങനെ വാത്സല്യപൂർവ്വേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊന്നും അറിഞ്ഞുകൂടാ. സഖാവ് ഭാർഗവിയമ്മ ആ കാലത്ത് കൊടുവാളെടുത്തൊരു സമൂഹത്തെ നേരിട്ട അമ്മമ്മയുടെ കൊച്ചുമോള് ശകുന്തളയെ കൊണ്ട് ഇത്രയും പറയിച്ചതിൽ അതിശയില്ലെന്നാണ് ശകുന്തളത്തെ കുറിച്ച് ഞങ്ങളൊക്കെ ഓർക്കുന്നത്. സഖാവ് ഭാർഗവിയമ്മയെ നമ്മൾ അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റില്ല. ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുമായിട്ടുള്ള സ്ത്രീകളുടെ പോരാട്ടമാണ്. ഒരു സ്ത്രീയും വീക്കല്ല എന്നാണ് ഞാൻ പറയുന്നത്. അമ്മ പറയാറുണ്ട് ഈ KPCയുടെ നാളത്തിന് ചെല്ലുമ്പം
ഈ സഖാക്കൾ ഇങ്ങനെ കൈകോർത്ത് ഇവരെ ഇങ്ങനെ സേഫാ. കാരണം അല്ലെങ്കിൽ ആളുകൾ വന്ന് ഇടിച്ച് സുലോചന ചേച്ചിയെയും അമ്മയും സുധർമ്മ ചേച്ചിയും ഒക്കെ പിച്ചി മാന്തി കൊണ്ടുപോകും. അത്രയ്ക്ക് ആരാധകരാണ് ഇവർക്ക്. നാടകത്തിലേക്ക് ആദ്യം വിജയകുമാരി എന്ന മകളെ വിടുമ്പോൾ സഖാവ് ഭാർഗവ്യം എന്ത് ധൈര്യത്തിലാണ് 8 വയസ്സ് 9 വയസ്സുള്ള മകളെ നാടകവേദിയിലേക്ക് ഈ സഖാക്കൾക്കൊപ്പം പറഞ്ഞു വിട്ട് ആ ചരിത്രവും കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോകണം. അമ്മ RSPക്കാരിയായിരുന്നു അന്ന്. ഈ RSP കൊല്ലത്ത് RSP ആയിരുന്നു ഏറ്റവും പ്രോമിനൻ്റ് ആയി നിന്നിരുന്ന പാർട്ടി. കാരണം തൊഴിലാളികളെല്ലാം അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ കുഞ്ഞിലെ അമ്മയുടെ അച്ഛൻ മരിക്കുന്നു. ഭാർഗ്യമ്മ, അമ്മുമ്മ, ഭാർഗവ്യമ്മ എന്ന് ഞങ്ങൾ ഭാർഗ്യമ്മ. ഭാർഗ്യമ്മ ഞങ്ങൾ എല്ലാവരും വിളിക്കുന്ന അങ്ങനെയായിരുന്നു. അങ്ങനെ എല്ലാവരും വിളിക്കുന്ന ഇട്ടിട്ട് ഞങ്ങൾ കുഞ്ഞിലെ അങ്ങനെ വിളിച്ചു. ഭാർഗ്യമ്മയുടെ അച്ഛൻ വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അപ്പം അമ്മാവന്മാരുടെ കീഴിൽ സംരക്ഷണത്തോടുകൂടി വളരുന്നു. അമ്മ 7ാം ക്ലാസ് വരെ പഠിച്ചു. അപ്പോൾ 7ാം ക്ലാസ് പാസ്സായാൽ അന്ന് സ്കൂൾ ടീച്ചറാവാം. അപ്പം ഭാർഗ്യമ്മയുടെ മനസ്സിൽ സ്കൂൾ ടീച്ചർ ആകണം എന്നുള്ള തരത്തിലായിരുന്നു. അപ്പോൾ 7ാം ക്ലാസ് ഈ പറഞ്ഞ കണക്ക് പകുതി വരെ പോയിട്ട് പിന്നെ അമ്മാവന്മാർ നിർത്തിക്കളഞ്ഞു. പഠിച്ചിട്ട് അങ്ങനെയൊന്നും ആവണ്ട, ഇതങ്ങനെ ആണല്ലോ. എപ്പോഴും ഇവർ ആശ്രയിച്ച് നിൽക്കുന്നവർ താഴ്ന്നു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു അന്നത്തെ ആൾക്കാർ. പക്ഷെ ഭാർഗ്യമ്മയുടെ ഉള്ളിലൊരു പോരാളി ഉണ്ടായിരുന്നു. ഭാർഗ്യമ്മ പറഞ്ഞു, ഇനി ഇവരുടെ ആശ്രയത്തിൽ നമ്മൾ ജീവിക്കുന്നില്ല. അവർ കൊണ്ടുവരുന്ന നെല്ലിൽ നിന്ന് നമ്മളെടുത്ത് ഭക്ഷിക്കേണ്ടമ്മ. ഞാൻ ജോലി ചെയ്തെൻ്റെ അവരമ്മയും മോളും മാത്രമേ ഉള്ളൂ, ഇവരെ കൂടെ. അപ്പം ഓഹരി വേണമെന്ന് പറയുന്നു. ഈ സ്ഥലം ഇത് അമ്മയുടെ സ്ഥലമാണ്, ഭാർഗ്യമ്മയുടെ സ്ഥലമാണിത്, പെറ്റമ്മയുടെ സ്ഥലം. അപ്പം ഓഹരി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് റോഡ് സൈഡായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ അങ്ങോട്ട് കിടക്കുന്നതൊക്കെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അപ്പോൾ ഈ റോഡ് സൈഡായിട്ടുള്ള ആദ്യം SN കോളേജിനടുത്തുള്ളൊരു സ്ഥലം കൊടുക്കാൻ പോയി. അന്നേരം അവിടെ ഈ മിഷണറീസ് പാതിരിമാർ അവരുടെ ശവക്കല്ലറയുള്ള സ്ഥലം, ഇംഗ്ലീഷ് പള്ളി. അപ്പോൾ പറഞ്ഞ് എല്ലാവരും പറഞ്ഞു, അയ്യോ വേണ്ട വേണ്ട, അവർ വരും, ഒരു അമ്മയും മോളും മാത്രമേ അല്ലേ ഉള്ളൂ, പിന്നെ രാത്രിയാകുമ്പോൾ ഇംഗ്ലീഷ് പ്രേതങ്ങൾ വരും, അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരും വിചാരിച്ചു, കുടുംബക്കാർ വിചാരിച്ചു അത് വേണ്ട. അങ്ങനെ കുടുംബത്തോട് ചേർന്നിട്ട് ഈ സ്ഥലം കൊടുക്കും. അപ്പോൾ ഇത് റോഡ് സൈഡല്ലേ, റോഡ് സൈഡ് ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എപ്പോഴും സഹായത്തിന് ഉള്ളിലോട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ റോഡ് സൈഡായിട്ടുള്ള സ്ഥലം നമുക്ക് തരുന്നത്. മകൾ പറയുന്നു, അമ്മ ഇനി അമ്മമാരെ ആശ്രയത്തെ നമ്മൾ ജീവിക്കുന്നില്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെ മോളെ എങ്ങനെ ജീവിക്കും? ഞാൻ ജോലി എടുക്കും. അന്ന് എന്താ കിട്ടാനാണ് ജോലി? അങ്ങനെ അപ്പോൾ ഇവിടെ മുഴുവൻ കശുവണ്ടി ഫാക്ടറികളുണ്ട്. കശുവണ്ടി ഫാക്ടറി പോവുകയാണ്. കശുവണ്ടി ഫാക്ടറി പോയി ആദ്യം ചെല്ലുമ്പോൾ തൊണ്ട് തല്ലാനേ കൊടുക്കുള്ളൂ. തൊണ്ട് തല്ലി അമ്മ മിടുക്കിയാണ്, ഭയങ്കര മിടുക്കിയായ സ്ത്രീയാണ്. ഭയങ്കര എന്താ പറയുക, കമാൻഡിങ് പവറുണ്ട്, നേതൃത്വ പാഠവുമുണ്ട്. പിന്നെ അവർ മേസ്തിരി ആവുകയാണ്, അവിടുത്തെ എല്ലാ തൊഴിലാളികളുടെയും സുപ്പീരിയർ ആവുകയാണ്. 2 പെമ്മക്കളാണ് ഭാർഗ്യമ്മയ്ക്ക്. ഇവരുമായിട്ട് ജീവിക്കുമ്പോഴും ഭാർഗ്യമ്മ തൊഴിലാളിയാണ്, ആരെയും സഹായത്തിന് പോയിട്ടില്ല. അപ്പോഴാണ് ഈ RSPയിൽ അന്ന് ഈ തൊഴിലാളികളെല്ലാവരും RSPയിലാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത ബന്ധുവാണ് TK ദിവാകരൻ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ബഹുമാനം അമ്മയെ. അത് കഴിയുമ്പോഴത്തേക്കാണ് സ്കൂളിലേക്ക് ഇങ്ങനെ, അതായത് KPC സുധർമ്മ ചേച്ചി അമ്മയുടെ ഭാർഗ്യമ്മയുടെ മൂത്ത ഒരു കസിൻ സിസ്റ്റർ മകളാണ്. അപ്പം അമ്മ ഭയങ്കര കലാപ്രകടനമാണ്. കുഞ്ഞിലായിരിക്കുമ്പോഴേ പാട്ട്, ഡാൻസ്, അങ്ങനെ എല്ലാം ഇവിടെ കിടന്ന് ഒറ്റയ്ക്ക് കാണിക്കും. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒറ്റയ്ക്ക് പെൺകൊച്ചുണ്ട്, നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് ഒരു കൊച്ചു വേണമല്ലോ, അപ്പോൾ ഈ കുട്ടിയെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ നേരിട്ട് ചെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, അപ്പം നിങ്ങൾ പോയി കണ്ട് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞോളാം. അങ്ങനെയാണ് സ്കൂളിൽ വന്ന് ഈ അമ്മയെ കാണുന്നത്. കാമശ്ശേരി മാമനുണ്ട്, തോപ്പിൽ ബാസി മാമനുണ്ട്, അച്ഛനുണ്ട്, അച്ഛനുണ്ട് കൂട്ടത്തിൽ. വന്ന് കണ്ട് പേര് ചോദിക്കുന്ന അമ്മ പേര് പറയുന്നു, പാട്ടൊക്കെ പാടാൻ അറിയാം, പിന്നെ ഏത് പാട്ട് വേണം, ഇതൊക്കെയാ ചോദ്യം. ആ സ്വഭാവം തന്നെ കേട്ടോ ഇപ്പോഴും. അവർ പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ പറഞ്ഞു എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ കിട്ടും, അതിന് സഭാകമ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് സുധർമ്മ ചേച്ചി നാടകം തുടങ്ങുമ്പോൾ തന്നെ ഈ കുട്ടി നാമം ജപിക്കുന്ന അത് അമ്മയ്ക്ക് ഇപ്പോഴും കാണാപ്പാടും കേട്ടോ. ആ ഡയലോഗൊക്കെ കാണാപ്പാടുമാണ് ഇപ്പോഴും. പിന്നെ ഇവര് വന്നു, വീട്ടിൽ വന്ന് ഇത് സഖാക്കൾ സംസാരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയക്കാരല്ലേ വരുന്നത്, കമ്മ്യൂണിസ്റ്റുകാർ. അപ്പം മോൾക്ക് താല്പര്യമാണെങ്കിൽ വിടാം എന്ന് പറഞ്ഞു. അപ്പോൾ വിട്ടപ്പോൾ കുടുംബം എതിര് നിന്നു. കുടുംബം പറഞ്ഞു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ നാടക വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത് അമ്മ. അന്നൊക്കെ റോഡൊക്കെ ചെറുതായി, പിന്നെ ഇങ്ങോട്ട് നടന്നു വരണം. അന്നേരം ഇവിടെ ഉള്ള സദാചാര പ്രവർത്തകരെല്ലാവരും കൂടെ പറഞ്ഞു ഇനി വരുമ്പോൾ തടയണം. അങ്ങനെ അവർ വന്നു ഗ്രൂപ്പായിട്ട് തടയാൻ വന്നപ്പോഴാണ് അമ്മ പ്രശസ്തമായ കത്തി എടുത്തിട്ട് എൻ്റെ മകളെ എനിക്കിഷ്ടമുള്ള കണക്ക് ഞാൻ വിടും, അവൾ പോകുന്നതേ സഖാക്കളോടൊപ്പമാണ്.
നിങ്ങൾ കളിക്കുന്നത് സഖാക്കളോടാണ്. എൻ്റെ മകളുടെ നാളെ നിങ്ങൾ എൻ്റെ മകളുടെ പേരിൽ നിങ്ങൾ അഭിമാനം കൊള്ളും, നോക്കിക്കോ എന്ന് പറഞ്ഞു. അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരു സ്ത്രീ ആ എതിർത്ത് നിന്ന് മകളെ കലാപ്രവർത്തനത്തിന്, സ്ത്രീകളൊന്നും അങ്ങനെ പോകുന്നതല്ല. പിന്നെ അവിടുന്ന് അമ്മയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എത്ര എത്ര കഥാപാത്രങ്ങൾ, അത് വേറെ കഥകളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഏഷ്യയിലൊന്നും അമ്മയുടെ അത്രയും സ്റ്റേജിൽ പെർഫോം ചെയ്തൊരു നടി വേറെയില്ല. അച്ഛൻ കണക്ക് കൂട്ടിയിടത്തോളം അന്ന് 1028 സ്റ്റേജുകളാണ് അമ്മ ഓഡിയൻസിനെ അഭിമുഖീകരിച്ചിട്ടുള്ള വിവിധ കഥാപാത്രങ്ങളായിട്ട്. അതൊരു റെക്കോർഡാണ്. ഇപ്പൊ ഇത് കാണുന്ന പുതിയ തലമുറയിലെ പല കുട്ടികളും ചേച്ചി ഓർക്കുന്നത്, ഓ ഇല്ല നന്ദലത്തിലെ അല്ലെങ്കിൽ ആ സിനിമ ഇങ്ങനെ പാലും പിടിച്ചോണ്ട് വന്നിട്ട് എന്ന് പറയുന്നേ, അതല്ല വിജയകുമാരി എന്ന് പറഞ്ഞ നടിയുടെ റേഞ്ച് വേറെയാണ്. ഈ പോരാട്ടങ്ങളൊക്കെ കണ്ട് വളർന്ന ഒരാളായത് കൊണ്ട് തന്നെയാണ് ഞാൻ ശകുന്തളത്തിലേക്ക് വീണ്ടും വരികയാണ്. ശകുന്തളയെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ പ്രസവിച്ചിട്ടപ്പോൾ അവിടെ ഇട്ടിട്ട് പോയതല്ലേ ഒരു മാവിൻ്റെ ചോട്ടി. ഇവർ പറയുന്നത് ശകുന്ത പക്ഷികൾ നോക്കിയെന്ന്. പക്ഷികൾ അവിടെ ഇരുന്ന് കളിച്ച എന്ത് പക്ഷികൾ എന്ത് നോക്കാനാണ്? ഒരു പക്ഷികൾ അവിടെ കാവലിരുന്ന് ഉപദ്രവിച്ച് കാണത്തില്ല. അപ്പോൾ കണ്ണൻ വന്നു കൊണ്ടുപോകുന്നു. പക്ഷെ അവിടുന്ന് അവർ ഒരു ഒരു പെൺ കൈക്കുഞ്ഞ് അവിടുന്ന് പോരാടുകയല്ലേ ജീവിതത്തിൽ, ഒരു ആശ്രമത്തിൽ വരുന്നു. ആ ചെറിയ ചുറ്റുപാടിൽ അവൾ സംതൃപ്തിയായി ജീവിക്കുന്നു. അവിടേക്ക് പ്രലോഭനങ്ങളുമായി അതിസുന്ദരനായ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ആരാ? അന്നൊക്കെ ചക്രവർത്തിയാണ് വരുന്നതും പ്രേമിക്കുന്നതും. കല്യാണം കഴിച്ചിട്ടാണ് ദേഹത്ത് തൊടാൻ അവൾ സമ്മതിച്ചത്. പക്ഷെ പിന്നീടുള്ള ഈ മുദ്രമോതിരം മിസ്സാവുക എന്ന് പറഞ്ഞാൽ കാളിദാസൻ്റെ ഭവന സൃഷ്ടിയും മഹാഭാരതത്തിൽ അതില്ല. ഇല്ല. പക്ഷെ ലോക നാടക ചരിത്രത്തിൽ നാടകത്തിൻ്റെ സയൻസ് എന്ന് പറയുന്നത് ശാസ്ത്രം, എഴുത്ത്, രചനാപരമായ ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തിൽ പറയുന്നത് ലോക നാടക ക്ലാസിക്കുകളിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്, ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈ മോതിരവും മിസ്സിങ്. ദുർവാസാവിൻ്റെ ശാപം അതൊരു കണ്ടിന്യൂഷനാണ്. ദുർവാസാവിൻ്റെ ശാപം കൊണ്ടുവന്ന് നാടകകൃത്ത് അവിടെ ചേർക്കുന്നു. ഈ മോതിരം മിസ്സായി പോകുന്ന ആരുടെയും കുറ്റമല്ല, ജലത്തിൽ ഒഴുകിപ്പോകുന്നതാണ്. ജലതർപ്പണം ചെയ്യുമ്പോൾ അത് ഒഴുകിപ്പോകുന്നു. അതൊരു മീൻ വിഴുങ്ങുന്നു. ഇവിടെ വെച്ച് ശകുന്തള ഉപേക്ഷിക്കപ്പെടുന്നു. ഈ മീൻ കറങ്ങിത്തിരിഞ്ഞ് മുക്കോര കയ്യിൽ കിട്ടുന്നു. അവരത് രാജമന്ത്രി ഉള്ളതുകൊണ്ട് തട്ടം പറയുന്നു, ഇവനെ കള്ളനാന്ന് പറയുന്നു, കൊണ്ടില്ലെന്ന്. ഇത് കാണുമ്പോൾ ഇത് ഏറ്റവും വലിയ ഡ്രമാറ്റിക് ജംഗ്ഷനാണ്, വലിയൊരു തിരിവാണ്. അത് എല്ലാ രചയിതാക്കളും പഠിക്കണം, എങ്ങനെയാണ് ഡ്രമാറ്റിക് ട്വിസ്റ്റ് വരിക എന്നുള്ളത്. വില്ലനാണ്. അപ്പൊ ഒരു പക്ഷേ കാളിദാസൻ അന്നത്തെ ഏതെങ്കിലും രാജാവിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം വളരെ ബ്രില്യൻ്റ്, ചരിത്രം കണ്ട ഏറ്റവും വലിയ വില്ലനാണ്, ബ്രില്യൻ്റ് ആയിട്ട് കൊണ്ടുവന്നത് സന്നിവേശിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാളിദാസൻ. അപ്പോൾ പക്ഷെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞാൽ ആദ്യം നമ്മൾ ദ ലോസ്റ്റ് റിംഗ് എന്നാണ് അത് നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, ശാകുന്തളം ദ ലോസ്റ്റ് റിംഗ് എന്നാണ്. പക്ഷെ ലോസ്റ്റ് റിങ്ങിന് നമ്മൾ അവസാനം കാളിദാസൻ തന്നെ എഴുതിയിട്ടുണ്ട്, ഈ മോതിരം കൊണ്ടുകൊടുത്ത്, ഈ മോതിരം കൊണ്ടാണ് ഞാൻ നിന്നെ പറഞ്ഞത്, ഇത് കിട്ടിയപ്പോഴാണ് ഞാൻ നിന്നെ ഓർത്ത്, ഇത് അണിയണം. എനിക്കെന്തിനടയാളം, മോതിരം നിങ്ങൾ തന്നെ വെച്ചോളൂ ശകുന്തള പറയുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ അന്നത്തെ കാലത്ത് ശകുന്തളയിലെ ഉള്ള മാറ്റം, ഒരു സ്ത്രീ പോരാളിയെ, സ്ത്രീ ശക്തിയെ കാളിദാസൻ കോറിയിട്ടിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? പിൽക്കാലത്ത് നിങ്ങളിത് ബൂസ്റ്റപ്പ് ചെയ്തോളൂ എന്ന് പറയാനായിരിക്കും ഒരു പക്ഷെ. ആ ഒരു വാക്കിൽ നിന്നാണ് കൂടുതൽ നമ്മൾ ശകുന്തളയെ പറ്റി കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സ്ത്രീ എവിടെ വെച്ച് ആദ്യം പ്രതികരിക്കുമെന്നുള്ളതാണ്. ഇവിടെ വെച്ച് കൊട്ടാരത്തിൽ വെച്ച് ഇവളെ അറിയില്ല എന്ന് പറയുന്നിടത്തുനിന്ന് മേനകയുടെ മോളല്ലേ, ഇവളിതിനപ്പുറവും അഭിനയിക്കും എന്ന് പറഞ്ഞ ഒരു സദസ്സ് മുഴുവൻ ഇവളെ അപമാനപ്പെടുത്തുമ്പോൾ, ഒരു പൂർണ്ണ ഗർഭിണിയെ പെണ്ണിനെ അപമാനപ്പെടുത്തുമ്പോഴാണ് ഇവൾ പ്രതികരിച്ചു തുടങ്ങിയത്. അവിടുന്ന് നമ്മൾ നാടകത്തിൽ പ്രതികരിച്ചിട്ടാണ് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നതും. കുട്ടിയെ വളർത്തി കുട്ടിയെ അവൾ വലിയ പോരാളിയാക്കുകയാണ്. അപ്പം പോരാളിയാക്കിയിട്ട്, കാരണം അവൾക്കൊരു എന്താ പറയുന്നത്, ഒരു എയിമുണ്ട്. എൻ്റെ ഈ മകൻ ഒരിക്കലും ഒരു എന്താ പറയുന്ന ഒരു അവിഹിത സന്തതിയായി തരംതാഴപ്പെട്ടു പോകരുത്. അവൻ ലോകത്തിലെ ഏറ്റവും ഉത്തമനായ പൗരനായി വളർന്നു വരണം എന്നുള്ള ഒരു അമ്മയുടെ ഭയങ്കരമായ ഒരു ലക്ഷ്യബോധമുണ്ടായിരുന്നു. ഇവനെ എല്ലാം പഠിപ്പിച്ചു, സിംഹത്തിൻ്റെ കൂടെ കളിക്കുന്നു, മറ്റൊന്നും ഒന്നിനും പേടിയില്ലാതെ ഒരു പുത്രനെ വളർത്തി. ചക്രവർത്തി വരുമ്പോൾ പുത്രനെ കൊടുത്തിട്ട് പുത്രനോട് പറയുന്ന ഇതാണ്, നിന്നിലൂടെ ഒരു സംസ്കാരം വരണം. പക്ഷെ വലിയൊരു ഡയലോഗ് അതിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? മണ്ണിൽ കാലെടുത്ത് വെക്കുമ്പോഴും പെണ്ണിൽ മനസ്സെടുത്ത് വെക്കുമ്പോഴും മോനെ നോവിപ്പിക്കരുത്.
ഭൂമിയെ നോവിപ്പിക്കരുത്, അതായത് പ്രകൃതിയെ നോവിപ്പിക്കരുത്, പ്രകൃതി തന്നെയാണ് സ്ത്രീ, സ്ത്രീയെയും നോവിപ്പിക്കരുത്, ചതിക്കരുത്. ഇതൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് നിൻ്റെ അച്ഛൻ. കാളിദാസ കലാകേന്ദ്രം എന്ന് പേരിട്ട ഒരു നാടക സമിതി 62ാമത്തെ നാടകം വരെ കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കാളിദാസന്റെ ഒരു കഥ ചെയ്യാനായിട്ട്. കാളിദാസനായതുകൊണ്ടാണ്. നിസ്സാരമല്ല, എടുക്കാനുള്ള അയ്യോ പുലിയാണ്. ഓരോന്ന് വായിക്കുമ്പോഴേ എനിക്ക് മാളവികാഗ്നി മിത്രം എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. കാരണം ശകുന്തളയുടെ കഥ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ, അപ്പം കേൾക്കാത്തൊരു കഥ എടുക്കണം. പക്ഷെ മാളവികാഗ്നി മിത്രം എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇതിനൊക്കെ പുള്ളു ടഫാണ്. അത് ഭയങ്കര ടഫാണ്. അത് നമ്മൾ ഒരു പ്രൊഫഷണൽ നാടകമാക്കി കൊണ്ടുവന്ന് വെച്ചാൽ ഭയങ്കര ടഫ്. കുറച്ചും കൂടെ ഈസി ആവുന്ന ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഈ ഒരു ബേസ് എല്ലാവരുടെ മനസ്സിൽ ശകുന്തള എന്ന് നിൽക്കണം. അപ്പോൾ അതിൻ്റെ നമ്മളൊരു പുതിയ വെർഷൻ നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നി. പക്ഷേ നമ്മൾ അടുക്കും തോറും എന്താ പറയുന്നത്, അടുക്കും തോറും പിടിതരാത്ത ഒരു പുള്ളിമാനാണ് കാളിദാസൻ. കാളിദാസ കലാകേന്ദ്രം നിങ്ങൾ രാജേന്ദ്രൻ രാജേട്ടനും സന്ധി ചേച്ചിയും ചെയ്യുമ്പോൾ തന്നെ ചെയ്ത ചരിത്രങ്ങൾ നോക്കിയാൽ ഇതിലും വലിയൊരു കോംപ്ലിമെൻ്റ് ഇല്ല. 40 ലക്ഷം രൂപ അക്കാലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് മാക്ബത്ത് രംഗത്ത് കൊണ്ടുവന്ന ഒരാളും കൂടിയാണ് പറയുന്നത് കാളിദാസിനെ തൊടാൻ എനിക്ക് അന്നും ഭയമായിരുന്നെന്ന്. അതെന്താ ചേച്ചി? നമ്മളത് ചെന്ന് അത് രാജേന്ദ്രൻ്റെ ഒരു എന്താ പറയുന്ന ഒരു വിപ്ലവാത്മകരമായ സമീപനമാണ്. അദ്ദേഹം പറഞ്ഞ വലിയൊരു ഷേക്സ്പിയൻ നാടകം എടുക്കണം എന്ന് പറയും. ഇതൊക്കെ ഇങ്ങനെ ഒരു പുള്ളിക്കൊരു ഉള്ളിൽ വരും, ഒരു മാക്ബത്ത് എടുക്കണം. നമ്മൾ മാക്ബത്ത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് വിലക്ക് വരരുതെന്ന് പറഞ്ഞു. അതുവരെ വന്ന നാടകത്തിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ മാറ്റിയിട്ട് പുറമേ നിന്നുള്ള ആൾക്കാരെയാണ് നമ്മൾ കൊണ്ടുവന്ന് അപ്രോച്ച് ചെയ്ത് സിനിമയ്ക്ക് സെറ്റ് ചെയ്ത് ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് നാടകത്തിനെ സെറ്റ് ചെയ്യിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഇത് മുഴുവൻ ഇതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് മാത്രം കയറും. അപ്പോഴേ നമ്മളൊരു യഥാർത്ഥ നിർമ്മാതാവുള്ളൂ. നാടകമെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം മനോരമയുടെ അവർ വരുന്നു ഇൻ്റർവ്യൂവിന്. അപ്പം അദ്ദേഹം അവർ ചോദിച്ചാൽ ഇതെങ്ങനെ ഇത്രയും പൈസ ചിലവാക്കി, എത്ര റേറ്റ്? 1.5 ലക്ഷം രൂപയ്ക്ക് ഞാൻ നാടകം കൊടുത്തു. എൻ്റെ നെഞ്ചിനകത്തൊരു വലിയ വിപ്ലവല്ലേ വെള്ളി ഡ്യൂട്ടി. ഞാൻ കേരളത്തിലെ 30,000 രൂപ പോലും ഒരു പ്രൊഫഷണൽ നാടകത്തിന് കിട്ടില്ല. ആ സമയത്താണ് ഇതേ പറയുന്നത് 1.5 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ നാടകം കൊടുക്കുള്ളൂ. അങ്ങനെ ആണെങ്കിൽ ഇത് കൊടുക്കുമെന്ന് പറയും. പിന്നെ നമ്മൾ കാണുന്ന ഈ 1.5 ലക്ഷം രൂപയ്ക്ക് നാടകങ്ങൾ ബുക്ക് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ ഒരുപാട് പേർക്ക് താങ്ങാൻ പറ്റില്ല. പക്ഷെ പലർക്കും അതൊരു പ്രസ്റ്റീജ്. ഈ നാടകം എന്താണെന്നുള്ളത് നല്ല ഒന്നാം തരം ആർട്ടിസ്റ്റുകൾ എല്ലാം ഒത്തിണങ്ങി അങ്ങനെ വരികയാണ്. എല്ലാവരും നല്ല പക്ഷെ ഭയങ്കരമായ എന്താ പറയുന്നത്, കാണുമ്പോൾ ഭയങ്കര ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഭയങ്കര ലൈറ്റ് ആയാലും മ്യൂസിക് ആയാലും എല്ലാം ഒന്നിനൊന്നിന് ചേർന്ന് അതൊക്കെ ഇങ്ങനെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പൊ ചേച്ചി പറഞ്ഞത് നിർമ്മാതാവ് എന്ന കുപ്പായത്തിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നപ്പം ഉണ്ടായ മാറ്റമാണ്. ഈ നിർമ്മാതാവ് എന്ന കുപ്പായത്തിലേക്ക് ഇറങ്ങിയതുപോലെ വേറൊരു മാറ്റം ഉണ്ടായിട്ടില്ലേ ചേച്ചി? മീര എന്നൊരു കഥാപാത്രമായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കുണ്ടായി. അതും കൂടെ ഒന്ന് പ്രേക്ഷകരോട്. 89-90 ആ സമയമാണ്. ആ സമയത്ത് സതി എന്ന് പറയുന്ന നാടകം TR ഹാരി എഴുതിയിട്ടുള്ള നാടകമാണ്. ചേട്ടൻ്റെ ഫ്രണ്ടാണ്. പുള്ളി JNUവിൽ പഠിച്ച എക്കണോമിക്സ് പ്രൊഫസറാണ്. അപ്പോൾ പുള്ളിക്കാരനെ കൊണ്ട് സതി എന്ന് പറഞ്ഞ നാടകം എഴുതി. അന്ന് രൂപ കൻവർ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി സതിയ മുകേഷ് ഏട്ടനാണ് പറഞ്ഞത്, എന്തുകൊണ്ട് നമുക്ക് ഇതിനെ പ്രമേയമാക്കിയിട്ടൊരു നാടകം എടുത്തുകൂടാ, ഇതിനൊക്കെ ഇപ്പോഴും ഇതിനുള്ള അവയർനെസ് ആവശ്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സതി അദ്ദേഹത്തിനോട് പറയാം. അദ്ദേഹം അത് എഴുതുന്നു, രാജേന്ദ്രൻ ചേട്ടൻ സംവിധാനം ചെയ്യുന്നു. അതിലൊരിക്കൽ മീര എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. കാരണം ഈ സ്ത്രീധനത്തിൻ്റെ പ്രശ്നങ്ങളാൽ ഈ വീട്ടുകാർ ചോദിക്കുന്ന പൈസ എപ്പോഴെപ്പോഴും പൈസ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം ഉത്തരേന്ത്യൻ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ വയസ്സായ അച്ഛനിത് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചതും. അപ്പം അങ്ങനെ ഒരു ഭാഗ്യവും എനിക്ക് കിട്ടി. എൻ്റെ അച്ഛനെ മകളായിട്ട് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അപ്പോഴാണ് തൃശ്ശൂരിൽ നിന്ന് ചേട്ടൻ്റെ അമ്മേനെ വിളിച്ചിട്ട് ഒരു രജിസ്റ്റേർഡ് വന്നിട്ടുണ്ട്, അപ്പം നിങ്ങൾ വന്ന് സന്ധ്യ വന്നത് ഒപ്പിട്ട് മേടിക്കണം എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത ദിവസം നാടകമില്ല. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ പോയി, ഞാൻ ഒപ്പിട്ട് മേടിച്ചു. എന്നിട്ട് പോയി കഴിഞ്ഞിട്ട് ഇത് പൊട്ടിച്ച് വയ്ക്കുമ്പോൾ ജോലിക്കുള്ള അപ്പോയിൻമെൻറ്റ് ഓർഡർ. അപ്പോൾ മോൻ ചെറുതാണ്. പിന്നെ എൻ്റെ വീട്ടിൽ നോക്കാൻ ഇവിടെ ആളുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഇവിടെ നിർത്തി തിരുവനന്തപുരമല്ലേ, എന്നും പോയി വരാം എന്നൊക്കെ മനസ്സ് വിചാരിക്കുന്നു. അപ്പോഴാണ് ഈ നാടകത്തിൽ വേഷം ആര് ചെയ്യും? അന്നേരം അച്ഛൻ പറഞ്ഞ അത് സാരമില്ല, ആരെങ്കിലും വിളിക്കാൻ നമുക്ക് പ്രശ്നമില്ല. ഞാൻ പിന്നെ ചിന്തിക്കുക, അയ്യോ മീര എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അപ്പച്ചിയുടെ ഹസ്ബൻഡൊക്കെ വന്നു, അവരൊക്കെ വന്നു. കുടുംബത്തിൽ വലിയ ചർച്ചയായി. അപ്പോൾ പുള്ളിക്കാരൻ വന്നു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജോലി ഇപ്പം നിനക്ക് വേണ്ടാന്ന് വെക്കാൻ എളുപ്പമാണ്, നാളെ നീ ദുഃഖിക്കരുത്,
നീ പിന്നെ ഞങ്ങളോട് കംപ്ലൈൻറ്റ് പറയരുത്. കാരണം ഒരു പെൻഷൻ പ്രായമൊക്കെ എത്തുമ്പോൾ നിൻ്റെ കൂടെ ഉള്ളവരൊക്കെ പെൻഷൻ മേടിക്കുമ്പോൾ നീ ഇങ്ങനെ വെറുതെ തിക്ക് കിടക്കുന്നുണ്ട്. അന്നേരം നീ പറയരുത്, നിങ്ങളെല്ലാവരും കൂടെ അല്ലേ എന്ന് പറയരുത്, മനസ്സിലായോ, നീ ചിന്തിക്കുമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ ചേട്ടനൊക്കെ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഈ മീര അങ്ങോട്ട് കളയാൻ പറ്റത്തില്ലല്ലോ. ചേട്ടൻ പറഞ്ഞു, ഇതിന് ഞാൻ അഭിപ്രായം, ഞാൻ ഭർത്താവാണ്, ഞാനൊരു അഭിപ്രായം, നാളെ നിൻ്റെ സ്വഭാവമൊക്കെ വെച്ചിട്ട് നീ പറയും അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ സൈലൻ്റാണ്. ഞാൻ അവസാന നിമിഷം ഞാനത് തീരുമാനിക്കുകയാണ്, എനിക്ക് ജോലി വേണ്ട, എനിക്ക് മീരെ വേറൊരാൾക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല പറഞ്ഞ്. കുഞ്ഞുഷ സാർ അത് ഡയറക്ടർ, കുഞ്ഞുഷ സാറിനെ ചെന്ന് കണ്ടിട്ട് ഞാൻ ആദ്യം ചോദിച്ചു, ഞാൻ ജോയിൻ ചെയ്യാം, എനിക്ക് ഉടൻ ലീവ് തരുമോ എന്ന് ചോദിച്ചാൽ 15 വർഷം ലീവ്, അങ്ങനെ ചരിത്രത്തിൽ അങ്ങനെ അത് കാര്യവേ നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്ക് ജോലി വേണ്ട. അപ്പോൾ പിന്നെ എന്തിനാണ് ടെസ്റ്റ് എഴുതാൻ വന്നത്, വേറൊരാൾക്ക് കിട്ടുമായിരുന്നല്ലോ ജോലി എന്ന് അദ്ദേഹം ചോദിച്ചു. ജോലിയാണിത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വേണ്ടെന്ന് വെച്ചാലും വേറൊരാൾക്ക് കിട്ടുമല്ലോ സാർ. നെക്സ്റ്റ് റാങ്കുകാരന് കിട്ടും. ശരി ആയിക്കോട്ടെ, എനിക്ക് വേണ്ട. അപ്പോൾ താഴെ പോയി എല്ലാം എഴുതി ഒപ്പിട്ട് കൊടുത്ത് പോയിക്കൊള്ളാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാൻ പോയി താഴെ പോയി എല്ലാം എഴുതിയെടുത്ത് ഒപ്പിട്ട് കൊടുത്തു. ഇതിന് പോന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ഒരാളെന്നെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, സന്ധ്യ നീ ജോലി വേണ്ടെന്ന് വെച്ചോ. അവനാ വെച്ച് എനിക്കടി ആ ജോലി കിട്ടി. അപ്പം നെക്സ്റ്റ് റാങ്ക് അവനായിരുന്നു. ഞാൻ പറഞ്ഞു, ആ സന്തോഷം നിനക്കാണല്ലോ, എനിക്ക് സന്തോഷമായത് പറഞ്ഞു. അന്ന് എൻ്റെ ഒപ്പം ദൂരദർശനിൽ കയറിയ പലരും പറഞ്ഞു, ഞങ്ങൾ ഈ ഇടനാഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാസറ്റ് വെട്ട് നടന്നത്, നീ പുറത്തിറങ്ങി ആരും അറിയത്തില്ലടി, ഞങ്ങൾ നിന്നെ കാണുമ്പോൾ എല്ലാവരും അറിയുന്നുണ്ട്. റെയിൻബോ എന്ന നാടകത്തിലൂടെ നിങ്ങൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന്, ഓമാഞ്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കാളിദാസ കലാകേന്ദ്രം നിങ്ങളിലേക്ക് എത്തിയ ഒരു കഥയുണ്ട്. അച്ഛന് ആ സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അച്ഛന് വയ്യായിക വന്നു. അപ്പോൾ എന്താണെന്നുള്ള അസുഖം കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ അവൻ അവസാനം പറഞ്ഞു, ഇങ്ങനെ അച്ഛന് ഈ ഒരു ഗ്യാസ്ട്രിക് അൾസറാണത്, ഒരു അൾസറിൻ്റെയാണ്. അപ്പം അതിന് ഒരുപാട് റെസ്റ്റ് വേണം. അച്ഛൻ വല്ലാണ്ട് വീക്കായി. അപ്പോൾ അച്ഛന് ഈ ട്രൂപ്പ്, കാരണം മുകേഷ് ഏട്ടൻ ഓൾറെഡി അപ്പോൾ സിനിമയിൽ കയറി കഴിഞ്ഞു. അപ്പം അദ്ദേഹത്തിന് അതിൻ്റേതായ തിരക്കുകൾ വന്നു. ഞാൻ നാടകം പഠിച്ചാലും ഞാൻ കല്യാണം കഴിഞ്ഞു. സിസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുക, അവൾ MSc മാത്സ് ആയിരുന്നു, അവൾ MScക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം സ്വാഭാവികമായിട്ടും ഇത് കൈമാറാനോ അല്ലെങ്കിൽ നോക്കി നടത്താനോ ഒരാളില്ലാത്തൊരു ഘട്ടം വന്നപ്പോൾ അച്ഛൻ വിചാരിച്ചു, അപ്പോൾ 10-25 പേരുണ്ട് ട്രൂപ്പിൽ. അച്ഛനപ്പോൾ ഓൾറെഡി അതിനൊരു 10 വർഷം മുന്നേ തന്നെ ടേപ്പ് റെക്കോർഡർ വന്നു കഴിഞ്ഞു നാടകത്തിൽ. അപ്പം മ്യൂസീഷ്യൻസിനെയൊക്കെ മാറ്റി എല്ലാവരും ടേപ്പ് റെക്കോർഡറിലോട്ട് കടന്നെങ്കിലും അച്ഛനെ ആശ്രയിച്ച് നിൽക്കുന്ന ആ ഒരു 8 മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു ട്രൂപ്പിൽ. ഈ 8 പേരെ അച്ഛൻ ഹോൾഡ് ചെയ്തു. അച്ഛൻ ട്രൂപ്പ് കൊണ്ടുപോവാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, ഇത്രയും കൊണ്ടുവെക്കാൻ പറ്റുന്നില്ല അച്ഛന്. ഒന്നാം നാടക സംഘത്തിനോട് സഞ്ചരിക്കാൻ പറ്റുന്നില്ല, ഈ അച്ഛൻ്റെ വയറുവേദന വരും. അപ്പോൾ അച്ഛൻ ഞങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് നോക്ക് നടത്താൻ പറ്റുന്നില്ല, ഞാൻ നിർത്തുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ ആരോഗ്യം വലിയ വലുത്, അച്ഛൻ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് ഞാൻ പറയുന്നു. ചേട്ടനൊന്നും പറഞ്ഞില്ല. അച്ഛൻ എന്നിട്ട് പോന്നു. അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ എൻ്റെ ഒക്കെ പറഞ്ഞു, എന്തുകൊണ്ട് അച്ഛൻ നമ്മളോടത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, അച്ഛനോട് വയ്യായ, ഞാൻ മൂത്ത മകളല്ലേ, അതുകൊണ്ട് എൻ്റെ ഒക്കെ പറഞ്ഞു. അതല്ല, നമ്മൾ 2 പേരും നാടകം പഠിച്ചവരാണ്. അപ്പം അച്ഛൻ അങ്ങനെ പറയുമ്പോൾ അച്ഛൻ പ്രതീക്ഷിച്ചൊരു മറുപടിയുണ്ട്, വേണ്ട അച്ഛൻ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് നമ്മൾ പറയുമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ 2 പേരും അത് പറഞ്ഞില്ല. അപ്പോൾ അച്ഛൻ നമുക്ക് ഗിഫ്റ്റായിട്ട് നമ്മൾ നാടകം ശരിയാക്കി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി. അന്നേരം ഞാൻ ഒരുപാട് വായിക്കും, ബുക്കുകളിങ്ങനെ വായിക്കുന്ന ഒരാളാണ്. അപ്പം ആ സമയത്ത് ഞാൻ ഈ റഷ്യൻ നോവൽ റെയിൻബോ വായിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ആരെഴുതും? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ജോസ് ചിറമലിനെ കൊണ്ട് എഴുതിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ജോസ് ചിറമൽ എൻ്റെ ക്ലാസ്മേറ്റാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ. നമുക്ക് പോയി അവനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവൻ അവിടെ ഇല്ല. ഇവൻ്റെ വീട്ടിൽ ചെല്ലുക, കണിമംഗലത്ത് ചെല്ലുമ്പോൾ അവൻ്റെ ഇവിടെ ഇല്ല. അപ്പോൾ അവൻ്റെ അമ്മയുടെ അപ്പോൾ എവിടെ കാണുമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ സമയത്രയായി കുഞ്ഞെ, അപ്പോൾ ഇത്ര പണിയായി. എന്നാൽ ഇതിൻ്റെ അങ്ങോട്ട് ഈ റെയിൽ പാളമാണ് മുമ്പ്, ഈ പാളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ചായ ഷാപ്പുണ്ട്, അവിടെ കാണുമോ. മോളിവിടെ ഇരി, മോൻ പോയി നോക്കിയിട്ടോ എന്ന് പറഞ്ഞ് ചേട്ടനെ പറഞ്ഞു കൊടുത്തു. ചേട്ടനെ കണ്ടുകൊണ്ട് ഇവൻ്റെ അത്ഭുതം, ചായ ഷോപ്പിൽ ചേട്ടൻ വന്നു. അവരെന്താ സന്ധ്യ അവിടെ ഇരിക്കുന്നുണ്ട്, വായു എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരും. വന്നിത് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, എടി ഞാനൊരു പ്രൊഫഷണൽ നാടകം, ഞാൻ പറയണ്ടേ നീ വേറെ സാധനങ്ങളൊന്നും അല്ല എഴുതേണ്ടത്, നീ എഴുതേണ്ടത് റെയിൻബോ നാടകമാണ്, റെയിൻബോയും നീ നാടകമാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ നോക്കാം. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ ഷർട്ടും മുണ്ടൊക്കെ എടുക്കും, സഞ്ചിയിലോട്ടാക്കി കാറി കയറ്റി കൊണ്ടുപോകും. തൃശ്ശൂർ ഞങ്ങൾ തറവാട്ടി കൊണ്ടുവന്ന് ഔട്ട് ഹൗസിൽ ഇരുത്ത്
പേപ്പർ പേനയൊക്കെ കൊടുത്ത് അടങ്ങി ഒതുങ്ങി ഇവൻ ഇരുന്ന് ആ നാടകം എഴുതുകയാണ്. അപ്പോൾ ഇവൻ പിന്നീട് എൻ്റെ ഒക്കെ പറഞ്ഞു ഒരിക്കലും പ്രൊഫഷണൽ നാടകം എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഉള്ളിലൊരു വാശിയായിരുന്നു. കാളിദാസാലയന്ത്രത്തിൻ്റെ നാടകം എഴുതുമ്പോൾ അത് ചരിത്രത്തെ കയറണം എന്ന് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഭയങ്കര. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മളിവിടെ വരുമ്പോൾ അച്ഛൻ ട്രൂപ്പ് പിരിച്ചു വിട്ടു. അച്ഛൻ അറിയത്തില്ലല്ലോ ഇങ്ങനെ. ഞങ്ങൾ ഭയങ്കര സർപ്രൈസായിട്ട് കൊടുക്കാൻ കൊണ്ടുവന്നു. അന്നേരം അച്ഛൻ പറഞ്ഞു അയ്യോ ഞാൻ ട്രൂപ്പ് പിരിച്ചു വിട്ടു, എന്ത് ചെയ്യും, നമുക്കൊന്നേന്ന് ഉണ്ടാക്കാം അച്ഛന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഞാൻ എൻ്റെ മ്യൂസിഷ്യൻസിൽ അഭിനയിക്കാൻ അറിയാവുന്നവരുണ്ട്, അവരെ ഉൾപ്പെടുത്തണം എന്നച്ഛൻ ആ ഒരു റിക്വസ്റ്റ് മാത്രമേ വെച്ചുള്ളൂ. ശരി അച്ഛന്ന് പറഞ്ഞു. വീണ്ടും നമ്മളെല്ലാവരെയും ഒന്നേന്ന് വേറെ ആൾക്കാരെയൊക്കെ വിളിച്ചു. കാരണം നമ്മുടെ ഒരു ആക്ടിങ് പാറ്റേൺ അനുസരിച്ചിട്ട് ഡി ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ പ്രോമിനൻ്റ് ആക്ടേഴ്സാണ് സ്റ്റേജിൽ. അപ്പം അദ്ദേഹം ഗൾഫിലായിരുന്നു. അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്ന സമയം അങ്ങനെയുള്ള കൊച്ചിരിയൻ ചേട്ടൻ അങ്ങനെയുള്ള ഒരുപാട് പേരെ കൂട്ടി അച്ഛനും അമ്മയും ഒപ്പം നിന്നു. അങ്ങനെയാണ് റെയിൻബോ എന്ന് പറഞ്ഞ നാടകമുണ്ട്. അച്ഛൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, സ്റ്റേജസ് ഒരു നാടകത്തിൽ കട്ടൻ കിട്ടാനുള്ള അസിസ്റ്റൻറ്റും അച്ഛൻ്റെ പേഴ്സണൽ കാര്യത്തിൽ എല്ലാത്തിനും ഉള്ളതുണ്ട്, രാജൻ എന്ന പേര്. അപ്പോൾ പുള്ളിക്കാരൻ ഈ റിഹേഴ്സൽ ഹാളിൽ കൂടെ ഇങ്ങനെ കുറുകെ നടന്നിട്ട് വേണം അവിടെ ആ മുറി സ്റ്റോർ പോയി എടുക്കാൻ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ചേട്ടൻ സ്റ്റേജിൽ നിൽക്കുക. അപ്പം പോകുമ്പോൾ ചേട്ടനൊക്കെ പറഞ്ഞു അരി ചാക്ക് 3 കഴിഞ്ഞു. എൻ്റെ ലൈഫിൽ ഞാനിങ്ങനൊരു കോമഡി കേട്ടിട്ടില്ല. എല്ലാവരും എല്ലാവരും ചിരിച്ചു പോയതുള്ളൂ. കാരണം ഒരു ചാക്കരി കൂടുതൽ കണക്കിലില്ലാത്ത. അപ്പം 3 ചാക്ക് കഴിഞ്ഞ നാടകം എങ്ങും എത്തിയില്ല. അപ്പോൾ ചേട്ടനൊക്കെ പറയും, ആളുകൾ പറയും മരുമോനായതുകൊണ്ട് ഒന്നും പറയാനും വയ്യ. അങ്ങനെയാണോ? അങ്ങനെയല്ല. അച്ഛൻ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നു, നമ്മൾ നല്ലപോലെ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അച്ഛൻ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അച്ഛനായാലും ONV മാമനായാലും ഒക്കെ തന്ന ഒരു പ്രോത്സാഹനമുണ്ട്. നമ്മൾ പുതിയ ആൾക്കാരല്ലേ, ജസ്റ്റ് എത്ര 25 വയസ്സൊക്കെ ഉള്ള പ്രായത്തിലാണ് ഇത് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ ഈ ഏറ്റവും നല്ല സ്റ്റേറ്റ് അവാർഡൊന്ന് കിട്ടുകയാണ്, മത്സരത്തിന് പോയിട്ട് സ്റ്റേറ്റ് അവാർഡ്. വലിയൊരു അവാർഡ് എൻ്റെ അറിവിൽ. അതിനേക്കാളൊക്കെ വലിയൊരു അവാർഡെന്ന് പറയുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഈ അച്ഛനൊക്കെ ഇവിടുന്ന് പോന്നു കഴിഞ്ഞിട്ട് KPSCയുമായിട്ട് ഇങ്ങനൊരു സ്നേഹബന്ധമുണ്ടെങ്കിലും അവർ തമ്മിൽ കാണുകയോ അങ്ങനെയൊക്കെ വളരെ അപൂർവം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാൽ അടൂർ ഭവാനി ചേച്ചി ഒരിക്കൽ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് വരാതായപ്പോഴത്തേക്ക് ഓടി വന്ന് തൊപ്പിൽ ഭാസ്കരൻ ഇവിടെ വരുന്നു, അമ്മയെ കൊണ്ടുവന്നു. അമ്മ പൂർണ്ണ ഗർഭിണിയാണ്, 3ാമത്തെ ഗർഭിണിയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അയ്യോ എങ്ങനെയുണ്ട്, ഇത് എപ്പോൾ വേണേലും പ്രസവിക്കും എന്ന് പറഞ്ഞു. ഉടനെ അമ്മ പറയുക ഇല്ല ചേട്ടാ നാടകം കഴിഞ്ഞ് വന്നേ ഞാൻ പ്രസവിക്കും അങ്ങനെ എന്ന് പറയുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് പോയിട്ട് അമ്മ നാടകം കളിക്കുന്നു, തിരിച്ചു വരുന്നത് പിറ്റേന്ന് രാവിലെ ആശുപത്രി കൊണ്ടുപോയി പ്രസവിക്കുന്നു, 3ാമത്തെ പ്രസവം. അപ്പം അത്രമാത്രം ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ പോലും ഒരു നാടകം ഒരാളുടെ മുടക്കാൻ അപ്പോൾ അത് പറ്റുന്നില്ല, ഉടനെ ഇവിടുന്ന് പോകും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള വലിയൊരു റിലേഷൻഷിപ്പ് ഇവർ തമ്മിലുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് മാമൻ്റെ കാല് മുറിക്കുന്നു, ഷുഗർ കൂടിയിട്ട് കാല് മുറിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ അറിയുന്നെങ്കിലും നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ലല്ലോ. പന്തളത്ത് നാടകം കളിക്കണം. അപ്പോൾ 2ാമത്തെ നിലയിൽ ഒരു ഹോട്ടലിൻ്റെ 2ാമത്തെ നിലയിലാണ് ഓഡിറ്റോറിയം, അവിടാണ് റെയിൻബോ കളിക്കുന്നത്. അപ്പം ഈ കോണിപ്പടി കയറി പോകണം. നാടകം കളിച്ച് കഴിഞ്ഞിട്ട് ഒരാൾ ക്രച്ചസിൽ വന്ന് നമ്മളെ നമുക്ക് തൊപ്പിൽ മാമൻ്റെ ക്രച്ചസിൽ ഈ സ്റ്റെപ്പ് അത്രയും കയറി ഈ നാടകം കണ്ടിട്ട് ഞങ്ങളെ എന്നെ ചേട്ടൻ കെട്ടി അങ്ങോട്ട് പിടിച്ചു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തൊരു ഇങ്ങനൊരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഈ നാടകരംഗത്തേക്ക് വന്നെന്നുള്ള. എത്ര നാടകങ്ങൾ ചെയ്ത എനിക്ക് പറഞ്ഞ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റൊക്കെ അശ്വമേധം എന്ന് പറഞ്ഞ നാടകം എഴുതിയ ആള്, തുലാഭാരം എഴുതിയ ആള്, പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിട്ട് ഒരു പാർട്ടിക്കാരൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ട്രാജഡി നാടകമാക്കിയ ആൾ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ നമ്മളെ വന്നങ്ങനെ ആശ്ലേഷിക്കുക. നന്നായി മക്കളെ, ഞാൻ നിങ്ങളുടെ സെറ്റ് ലൈറ്റ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങൾ ഈ റെയിൻബോ ഞാൻ വായിച്ചിട്ടുണ്ട്, എങ്ങനെ നിങ്ങൾ ഈ ഒരു പ്രൊസീനിയർ സ്റ്റേജിൽ ഒതുക്കിയെന്ന് കാണാൻ വേണ്ടി വന്നു, നന്നായി മക്കളെ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ നാടകത്തിൻ്റെ പാറ്റേൺ നമ്മൾ അച്ഛനൊക്കെ കൊണ്ടുവന്ന നാടകത്തിൻ്റെ പാറ്റേൺ അങ്ങ് മാറി, ഡയലോഗ് ഓറിയൻറ്റഡ് ആയി. K. ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ തമിഴ് സംവിധായകനുണ്ടല്ലോ, ഫിലിം, അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എപ്പോഴും മനസ്സിൽ യുവത്വം കാത്തു സൂക്ഷിക്കണം, യുവാക്കൾക്കൊപ്പം സംസാരിക്കുകയും കൂട്ടുകൂടുകയും ചിന്തിക്കുകയും ചെയ്യണം, അപ്പോഴേ നമുക്ക് പുതുമകൾ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മളവിടെ സ്റ്റാഗ്നൻ്റ് ആയിപ്പോവും. ഈ 62 എണ്ണത്തിൽ എപ്പോഴെങ്കിലും പൊളിഞ്ഞു പോയിട്ടുണ്ടോ? വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് വിചാരിച്ച ഒരു അല്ല, അത് ഭയങ്കര തമാശയുണ്ട് ഗീത. എന്താണെന്നറിയോ, ചേട്ടൻ റെയിൻബോയിൽ മുതലാണ് ചേട്ടൻ സംവിധാനം ചെയ്തു തുടങ്ങിയാലും പിന്നെ അച്ഛൻ ഒന്നിലും ഇടപെടാറില്ല കേട്ടോ. നാടകം സെലക്ട് ചെയ്യുന്നതായാലും എല്ലാം അച്ഛൻ മരിക്കുന്നത് വരെ പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു.
അച്ഛനത് വിശ്വാസമായിരുന്നു, നമ്മൾ മോശമാക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. തമാശ ഇത് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഭാരതരത്നം എന്ന് പറഞ്ഞൊരു നാടകം കാളിദാസനന്ദ എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ ഇങ്ങനെ പുള്ളിക്കാരനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ചേട്ടൻ പറയുന്നു ഭാരതരത്നം ഒരാൾ വന്ന്, നമ്മൾ പേര് പറയാൻ പാടില്ലല്ലോ, അപ്പോൾ ഒരാൾ വന്ന് എഴുതുന്നു, എഴുതി കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് വായിക്കുമ്പോൾ അതൊരു പോരായ്മ തോന്നും. പിന്നെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യം തന്നെ, പല എഴുത്തുകാർ വരുന്നു, ഇതിനെ ബലാത്സംഗം ചെയ്യപ്പെടുകയാണ് ഈ നാടകത്തിൽ. ഇത് നമ്മൾ ഈ ആർട്ടിസ്റ്റുകൾ വെയിറ്റ് ചെയ്യല്ലേ, ഒരു വർഷത്തെ അവരുടെ ജീവിതമാർഗ്ഗമല്ലേ. ഇത് നമ്മൾ റിഹേഴ്സൽ ചെയ്തു കളിക്കും. ഇവിടെ കൊല്ലത്തൊന്ന് കളിച്ചു, അത് കഴിഞ്ഞ് പിന്നെ കളിക്കുന്ന തൃശ്ശൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിക്കാണ് കളിക്കുന്നത്. തൃശ്ശൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാടൻ തുടങ്ങിക്കഴിയുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനുണ്ട്, എനിക്ക് ഇരിക്കപ്പെടുന്നില്ല. ഞാൻ അങ്ങനെ പതുക്കെ വന്നു ഈ ഓഡിയൻസ് ഏറ്റവും ബാക്കി വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ നായിക വളരെ സങ്കടപ്പെട്ട് എന്തോ കാര്യം പറയുമ്പോഴത്തേക്ക് ഒരാൾ കൈയടിച്ചു. ആ കയ്യടി കയ്യടിയാന്ന് എനിക്ക് മനസ്സിലായി. ഇത് കൈയടിച്ചതാണ് എന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ പതുക്കെ അങ്ങനെ നടന്ന് ഗ്രീൻ റൂമിൽ ചെന്നപ്പോൾ ഈ പെണ്ണ്, അഭിനയിച്ച പെണ്ണ് വന്നിട്ട് എന്തൊക്കെ പറയും, അയ്യോളെ നാടകം എടുത്ത് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഗ്രീൻ റൂമിൽ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരാൾ, ഒരു പ്രായം ചെന്ന ഒരാൾ ഡോറ് തുറന്ന് പുറത്തോട്ടിറങ്ങും. അപ്പോൾ എന്നെ കണ്ട ഉടനെ ചിരിച്ചു, ഞാനും ചിരിച്ചു. അപ്പോൾ അയാൾ ചോദിച്ചു, നാടകത്തിൻ്റെ ആളാണല്ലേ? ഞാൻ പറഞ്ഞ അതെ. ഇതാരാ സംവിധാനം ചെയ്തത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു E.A. രാജേന്ദ്രൻ. അയാൾ നമുക്ക് പറ്റത്തില്ല, എടുത്ത് കളകട്ടാ. ഞാൻ പറഞ്ഞു ഞാനും അത് ആലോചിക്കുന്നു. ശരി. അവൻ ഇയാൾ നടന്നങ്ങ് പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് നാടകം കഴിഞ്ഞിട്ട് അച്ഛൻ ചേട്ടനിരിക്കുക. ഞാൻ പറഞ്ഞു ഈ നാടകം ശരിയായില്ല. അപ്പം അച്ഛൻ പറഞ്ഞു ശരിയായില്ല, ഇത് നമ്മുടെ ലാസ്റ്റ്. അച്ഛൻ പറഞ്ഞു ഇന്ന് ഇത് കളിക്കണ്ട. അത് തീരുമാനം കൊട്ടനാണ്, ഇത് നമ്മൾ കളിക്കണ്ട. രണ്ടാമത്തെ സ്റ്റേജ് രാജു നമുക്ക് വേറെ നാടകം എടുക്കണം. അപ്പം ചേട്ടൻ പറഞ്ഞു ശരി. അപ്പോൾ ഈ ആൾ പറഞ്ഞ് എൻ്റെ മനസ്സിലുണ്ട്, നാം പറയാൻ പാടില്ലല്ലോ, മരുമകനല്ലേ, അതുകൊണ്ട് പറയാൻ പാടില്ലല്ലോ. പക്ഷെ ഭർത്താവല്ലേ, ഇത് പറയാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ അത് ഇരിക്കുക. പിന്നെ ഇവർ വരുന്നു, വീട്ടിൽ വരുന്നു, അച്ഛനും മരുമകനും തമ്മിൽ ഭയങ്കര ചർച്ച. അങ്ങനെ ഫ്രാൻസിസ് ടി മാവേലിക്കർ അതുവരെ കാളിദാസനന്ദത്തിന് നാടകം എഴുതിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു ഫ്രാൻസിസ് ടി മാവേലിക്കർ എടുക്ക പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും നാടകം ഇറക്കി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇപ്പോൾ ഫ്രാൻസിസ് വലിയ അത്ഭുതം, അച്ഛൻ അവിടെ ചെന്നത്. ഫ്രാൻസിസ് പറഞ്ഞു ഞാനിപ്പോൾ എഴുതരാം, എനിക്ക് ഒരു 1 വീക്ക് എന്ന് പറഞ്ഞു. ഇദ്ദേഹം അനുഭവങ്ങളെ നന്ദി എന്ന് പറഞ്ഞു നമുക്കൊരു നാടകം എഴുതി തരിക. ആ നാടകം കൊണ്ടുവന്ന് ഈ ആർട്ടിസ്റ്റിനെ കൊണ്ട് മറ്റേ നാടകം നമ്മൾ വേണ്ടെന്ന് വെച്ച് ഈ നാടകം നമ്മൾ കളിക്കുന്നതെന്ന് പറഞ്ഞ് ഇത് വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുകയാണ്. ഈ നാടകം തുടങ്ങി ഫൈൻ ആർട്സ് സൊസൈറ്റിക്കാർ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുകയാണ്. ഫസ്റ്റ് സ്റ്റേജ് വീണ്ടും നമുക്ക് അവസരം തരികയാണ് അവർ. ഫസ്റ്റ് സ്റ്റേജ് വന്ന് കളിക്കണം എന്ന് പറയുന്നത് അത് നമ്മളിലുള്ളൊരു വിശ്വാസമാണ്. അങ്ങനെ ഇതെല്ലാം ശരിയായി അവിടെ ചെന്ന് ഇത് നാടകം നടക്കുമ്പോൾ ഇത് പറഞ്ഞ കണക്ക് ഓം തുടങ്ങിയപ്പോൾ നമുക്ക് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ അങ്ങനെ പതുക്കെ ബാക്കി വന്ന് ഞാനിങ്ങനെ നോക്കും. അപ്പം ഇത് തുറന്നിട്ട് ഈ വയസ്സായാൾ വരും. ഇതൊക്കെ ചോദിച്ചു നാടകത്തിൻ്റെ ആളല്ലേ? ഞാൻ പറഞ്ഞു അതെ. ഇതാരാ സംവിധാനം ചെയ്തേ? ഞാൻ പറഞ്ഞു E.A. രാജേന്ദ്രൻ. വിടരുത്, പിടിച്ചോ. ഒരു വ്യക്തിയെപ്പറ്റി 3 മാസത്തിനകം അഭിപ്രായം മാറി മറിഞ്ഞെന്നു. ഞാൻ പറഞ്ഞു അത് തന്നെ, ഞാൻ പിടിക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. ഈ കഥകൾ പറയുമ്പോഴേ എനിക്ക്, നിങ്ങളെല്ലാവരും മുകേഷ് കഥകൾ വായിച്ചിട്ടുണ്ടാവും, പുസ്തകമൊക്കെ ആയതാണ്. ഈ സന്ധ്യ രാജേന്ദ്രൻ കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾക്കറിയോ അയ്യപ്പ പണിക്കർ ആരെക്കുറിച്ചാണ് കവിത എഴുതിയതെന്ന്? ആരെക്കുറിച്ച് ചേച്ചി കവിത എഴുതിയതാ കഥയെന്ന് പറഞ്ഞേ? അയ്യപ്പ പണിക്കർ കവിത എഴുതിയ കഥ. ഏത് കഥ? സന്ധ്യേ നീ തന്നെ സർവ്വതും സന്ധ്യേ കഥ. അത് സ്കൂൾ ഓഫ് ഡ്രാമ ചെല്ലുമ്പോഴേ ഞാൻ പഠിക്കാൻ ചെല്ലുമ്പം അച്ഛൻ്റെ ഒരു ഗ്ലാമറിന്റെ മാധവന്റെ മകൾ നാടകത്തിന്റെ ഏറ്റവും അങ്ങനെയാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ എല്ലാവർക്കും, അതായത് ശങ്കരപ്പിള്ള സാറും അച്ഛനും തമ്മിൽ ക്ലോസ് റിലേഷൻഷിപ്പായിരുന്നു, ഭയങ്കര കൂട്ടും കാര്യങ്ങളും അറിയാലോ. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേക പരിഗണന നമുക്ക് അവിടെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഈ ആര് ഗസ്റ്റ് ലെക്ചേഴ്സ് വന്നാലും അവർക്കൊക്കെ എന്നെ അറിയാം. അപ്പം നാടകരചനയെ പറ്റി പഠിപ്പിക്കാൻ വൈക്കം മാമൻ വരുന്നു, വൈക്കം ചന്ദ്രശേഖരന്, പുള്ളിക്കാരൻ നമ്മളെ അറിയാം. ONV വരുന്നു, കലാമണ്ഡല ക്ഷേമാവതി കൊറിയോഗ്രാഫിക്ക് വരുന്നു, അവർക്ക് നമ്മളെ. പിന്നെ ആര് വന്നാലും അവർക്ക് എന്നെ അറിയാം. അപ്പോൾ അവരെന്താ എന്നെ വീട്ടിൽ വിളിക്കുന്ന തങ്കച്ചി എന്നാണ്. അപ്പം ഇവര് തങ്കച്ചി മോളെന്നാ. ഈ ഇതിനകത്ത് നിൽക്കുമ്പോൾ ഇവർ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ വിളിക്കും
തങ്കച്ചി മോളെ അത് പറഞ്ഞേ എങ്ങനെയാണ് അത് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഇതൊക്കെ ഭയങ്കര ചമ്മല, എനിക്ക് അടികൊള്ളുന്ന കണക്കായിരുന്നു. അപ്പൊ ഞാൻ എന്നെ അല്ല എന്നുള്ള കണക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പം എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കും. ടോട്ടൽ 15 സ്റ്റുഡൻസ് ആണ് സ്കൂൾ ഓഫ് ഡ്രാമയിലുള്ള ഒരു ക്ലാസ്. ഈ ബാക്കി 14 പേരും എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഈ രഞ്ജിത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വോയിസ് എക്സർസൈസ് ഉണ്ട്. രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ നൊരന്ത് പയ്യനാ. ഞാൻ നോക്കുമ്പോൾ ഇവൻ്റെ ശബ്ദം ഭയങ്കര ഗാംഭീര്യ, പീക്കറിയാന്നേലും അവനങ്ങനെ നല്ല വൊക്കാബുലറി എന്ത് കറക്റ്റാന്നറിയോ, അങ്ങനെ അങ്ങോട്ട് പറയും. അപ്പോൾ ഞാൻ ഇവനെ നോക്കി, കൊള്ളാല്ലേ ചെറുക്കം, കൊള്ളാലോ എന്ന് കൊള്ളാലോ. അപ്പോൾ ഇവൻ വേഗം നമ്മളുമായിട്ട് അടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ മുകളത്തെ നിലയിൽ ബാൽക്കണിയിൽ നിൽക്കുക. അവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ ദൂരം മുളങ്കാടുകളാണ്. ഒരു കാറ്റടിച്ച് ഒരു പാലക്കാടൻ കാറ്റ് വീശുമ്പം ഈ മുളങ്കാടുകൾ ഇങ്ങനെ, അതൊരു സംഗീതമുണ്ട് അതിനകത്ത്, ഒരു സംഗീതം വരും. അപ്പോൾ അത് കേട്ട് അങ്ങനെ ഇരിക്കുക ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കേട്ട് അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവൻ വന്ന് എൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ എൻ്റെ ഒക്കെ ചോദിച്ചാൽ എന്താ, ഞാൻ പറഞ്ഞല്ല ഞാൻ ഈ അയ്യപ്പ പണിക്കരെ പറ്റി ചിന്തിക്കുക. പെട്ടെന്ന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡാണ് എനിക്ക് വരുന്നത്. ഞാൻ പറഞ്ഞല്ല ഞാൻ ഈ കവി അയ്യപ്പ പണിക്കരെ പറ്റി ചിന്തിക്കുകയായിരുന്നു. അവൻ അത്ഭുതത്തോടെ അയ്യപ്പ പണിക്കരെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ചേച്ചിയാണ്. എന്താ ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞ അല്ല, ഒന്ന് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്ന് ഇരുന്നാൽ, ഒന്ന് പ്രകൃതിയിൽ നോക്കി ഒരു പൂവിനെ നോക്കി ഇരുന്നാൽ ഉടൻ തന്നെ കവിത എഴുതും. ഇപ്പൊ ലാസ്റ്റ് വന്നപ്പോ നീ തന്നെ മരണവും സന്ധ്യയെ നീ തന്നെ ജീവിത സന്ധ്യ എന്ന് കവിത എഴുതി പബ്ലിഷ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യും എന്നാണ് ചിന്തിക്കുന്നത്. ഞാൻ പിന്നെ ഇവനിങ്ങനെ ഓട്ട കണ്ണിട്ട് നോക്കിയപ്പോ അത്ഭുതത്തോടെ എന്നെ ഇങ്ങനെ നോക്കി. ഇവനങ്ങ് വിശ്വസിച്ചേട്ടാ, വിശ്വസിച്ചു. എന്നിട്ട് ഇവൻ കുറെ നേരം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇവൻ പറയാം ഈ മുകുന്ദനും ഇങ്ങനെ. ഞാൻ ഇവനൊന്നും നോക്കിയിട്ട് ഞാൻ കൊടുക്കൈ വെൽക്കം ടു നീ തന്നു. ആ കൈ പിടിച്ച ആ ബോണ്ട് ഉണ്ടല്ലോ, സ്റ്റിൽ ഈ നിമിഷം വരെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ. തൊട്ടടുത്തിരുന്ന ഒരാള് ഒരു വിവാദത്തിൽപ്പെടുമ്പോൾ അതിനൊപ്പം ഇരിക്കുന്ന സുഹൃത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചേച്ചി ഇപ്പൊ എന്തായാലും അത്തരം ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കൂടെ നിൽക്കുന്നവരെല്ലാം ഓരോന്നിപ്പെടുക, സ്വന്തം വീട്ടിൽ തന്നെ വിവാദങ്ങൾ കത്തുക, അതിനെയൊക്കെ ചേച്ചി ഇങ്ങനെ അതിജീവിക്കുന്നു. അത് ഈ പറഞ്ഞ സങ്കടം വരത്തില്ലേ? സങ്കടമല്ല, ഇവിടെ അല്ല, സങ്കടമല്ല. നമുക്ക് വിശ്വാസം ഉണ്ടാവണം. നമുക്ക് ആ ആരോപിതൻ ആയ ആളാരായാലും, ഇപ്പം അത് എൻ്റെ ഭർത്താവാണെങ്കിലും എൻ്റെ സഹോദരനാണെങ്കിലും എൻ്റെ അച്ഛനായാലും, എനിക്ക് അവരിലൊരു വിശ്വാസമുണ്ടെങ്കിൽ അത് വലിയൊരു ബലമാണ് അവർക്ക്. നമ്മൾ അവരെ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു ഘട്ടത്തിൽ നമുക്ക് പറയണം, നമ്മുടെ ഫാമിലി മൊത്തം നമ്മൾ ഒരുമിച്ചാണ് എന്ന് തോന്നുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വലിയൊരു ആശ്വാസമുണ്ട്. മറിച്ച് നമ്മളെല്ലാം എന്നാൽ ഇത് ചെയ്തത് മോശമായി എന്ന് ഒരാളോട്, ഒരു ആരോപണ വിധേയമായ ആളോട് ആ ഫാമിലി തിരിയുമ്പോൾ അയാൾ ഒറ്റപ്പെട്ടു, അത് അയാൾക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ, എനിക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കായാലും ആർക്കായാലും ഞാൻ എനിക്കവരെ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഒരു എരിച്ചിൽ, വിഷമമല്ല, നാണക്കേടല്ല, പക്ഷെ ഒരു എരിച്ചിലുണ്ട്. അച്ഛൻ എൻ്റെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരാൾ നമ്മളോടൊരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അയാളുടെ ഭാഗത്ത് നിന്ന് കേൾക്കണം എന്ന്. കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് കേട്ടാൽ നമുക്കത് നിസ്സാരമായിട്ടും എന്തിനും കംപ്ലൈൻറ്റ് പറയും, എന്തിനും വഴക്കിടുന്നത് എന്ന് തോന്നും. മറിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് കേൾക്കുമ്പോൾ ഇത് ശരിയാണല്ലോ. അച്ഛൻ 16 വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് എല്ലാ കുടുംബ പ്രശ്നങ്ങൾ വരെ പരിഹരിച്ച് വിട്ടിരുന്ന ഒരാളാണ്. കോടതിയിലോട്ട് പോയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണം ഞങ്ങളാരും അധികം പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരുന്നു. 75 അത്രയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ അച്ഛൻ ക്രോണിക് ഷുഗറായിരുന്നു. അതായത് ഞങ്ങൾക്ക് ഓർമ്മയായ കാലം മുതലേ ഞങ്ങൾ കുഞ്ഞിൽ പറയും അച്ഛന് പഞ്ചസാരയുടെ അസുഖമാണെന്ന് പറയും. അച്ഛനെ ലേക്ക് ഷോറിലോട്ട് കൊണ്ടുപോയി. ലേക്ക് ഷോറിലോട്ട് കൊണ്ടുപോകുമ്പം അണ്ണനും ഞാനും അമ്മയും അച്ഛനും കൂടെ പോകുന്നു. അപ്പോൾ പോകുമ്പോൾ വെയിറ്റ് നോക്കണം. അപ്പം നേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പപ്പ എന്നാണ് വിളിക്കുന്നത്. പപ്പ വെയിറ്റ് നോക്കണം എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു എനിക്ക് എണീറ്റ് വെയിങ് മെഷീനകത്തോട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അതിനെന്താ ഞങ്ങളില്ല പപ്പ താങ്ങാനെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി താങ്ങി അച്ഛനെ നിർത്തുന്ന വെയിറ്റ്. അപ്പം അച്ഛൻ ചോദിച്ചു വെയിറ്റ് എത്ര? അപ്പം അയാൾ എത്ര? 65. അത് നമ്മളെ രണ്ടിൻ്റെയും കൂടെ അല്ലേ എന്ന് അച്ഛൻ പറയും. അപ്പം ഞാൻ വിചാരിക്കുക അച്ഛൻ ഈ ഒരു ഘട്ടത്തിലും തമാശ പറയാൻ പറ്റുന്നുണ്ട്. അച്ഛൻ്റെ അസുഖത്തെപ്പറ്റിയും ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പം എന്ന് തോന്നും. സീരിയസ് ഭയമോ ഇല്ല അച്ഛന്. വരുന്നവരട്ടെ തന്നെ ഇവിടെ നിന്ന് പോകുന്ന ലേക്ക് ഷോറിൽ ചെല്ലുന്നു. ലേക്ക് ഷോറിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്ന വെച്ചാൽ അത്യന്താധുനികമായ ചികിത്സകൾ. അവർ ഓരോന്നിനും ഓരോ ഡോക്ടർ വരുന്നു. ഭയങ്കര ഇത്. അപ്പം അച്ഛൻ എൻ്റെ ഒക്കെ പറഞ്ഞു എനിക്കൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ട്. ആ ബഡ്ജറ്റ് എത്തുമ്പം അവർ പറയും നിങ്ങളുടെ അച്ഛൻ മരിച്ചുപോയി കേട്ടോ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല അച്ഛൻ, നമ്മൾ ഏറ്റവും നല്ല ചികിത്സയ്ക്കല്ലേ. അച്ഛൻ പറഞ്ഞു നോക്കിക്കോ
ഇതിനകത്ത് ഇനി ചികിത്സിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവർ ഹെൽത്തൊക്കെ ഓക്കെയാണ്, ഇനിയിപ്പം സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അച്ഛനെ സർജറി ചെയ്യാൻ കൊണ്ടുപോകുന്നു. സർജറി ചെയ്ത് പിന്നെ അച്ഛൻ അങ്ങോട്ട് നോർമൽ ബോധത്തിലോട്ട് വന്നിട്ടില്ല. അന്നേരം അവർ പറഞ്ഞിങ്ങനെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടാവുന്നൊരു ഹലൂസിനേഷനുണ്ട് ആ സാധനം. അപ്പം അവിടെ നിന്ന് എന്തോ പിടിക്കാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പം അതൊക്കെ ഒരു ഹലൂസിനേഷനാണ്, അവിടെ ഒരു സാധനം ഉണ്ടെന്ന്. അത് അങ്ങനെ അത് മാറും. ഇവരത് റിക്കവർ ആവാൻ മുമ്പ് അച്ഛനെ റൂമിലോട്ട് കൊണ്ടുവന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതിപ്പം നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഈ ഇതൊക്കെ വലിച്ചൂരി എണീക്കുക അങ്ങ്. നമ്മന് നിങ്ങൾ അവിടെ കിടത്തുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ, നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. അല്ല അത് ഒരു നൈറ്റ് കഴിഞ്ഞ് അത് ഓക്കെ ആവും എന്ന് പറയുന്നു. പിന്നെ പറഞ്ഞു അച്ഛന് കൂടുതൽ സംസാരിക്കണം, ഉറക്കാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഉറങ്ങിപ്പോവുക. പിന്നെ പറയുന്ന അച്ഛൻ്റെ കിഡ്നി ഫെയിലിയർ ട്രബിളായി എന്ന് പറയുന്നുണ്ട്. ഇവർ കൊണ്ടുപോയിട്ട് ഡയാലിസിസ് ചെയ്തു. ഡയാലിസിസ് ചെയ്തിട്ട് പിന്നെ നമ്മളെ റൂമിലോട്ട് വിളിച്ചു പറഞ്ഞ് ഡയാലിസിസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ ഐസിയിലോട്ടായിരിക്കും കൊണ്ടുവന്നത്. അപ്പം ഒന്ന് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു എനിക്ക് ഒരുപാട് വേദനിച്ച്, ഒരു വേദനയും നമ്മളോട് പറയാത്തൊരു മനുഷ്യൻ, എത്രയോ ഭീകരമായ മർദ്ദന മുറകൾ ഏറ്റിട്ട് കരയാത്തൊരു മനുഷ്യൻ എൻ്റെയൊക്കെ പറഞ്ഞു എനിക്ക് ഒരുപാട് വേദനിച്ചു. ഞാൻ ചോദിച്ചു, ഞാനപ്പോൾ കരഞ്ഞു എന്ന് പറഞ്ഞു. ഞാനപ്പോൾ കരഞ്ഞു ഉറക്കെ, കാരണം ഈ ബ്ലഡ് മുഴുവൻ എടുത്തിട്ടല്ലേ പുതിയ ബ്ലഡ് കയറ്റുന്നത്. എന്നിട്ട് ഞാൻ അവരൊക്കെ ചോദിച്ചു എൻ്റെ മക്കളുടെ സമ്മതം മേടിച്ചിട്ടാണോ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ഛാ നമ്മൾ റിക്കവർ ആവാൻ വേണ്ടിയിട്ടല്ലേ, ഇപ്പം ഇത് ഒരൊറ്റ ഡയാലിസിസ് മതി എന്ന് അവർ പറഞ്ഞു. അത് ഒരൊറ്റ ഡയാലിസിസ് മതി അച്ഛാ, അപ്പോഴത്തേക്ക് അച്ഛന് ഓക്കെ ആവും, നമ്മളിപ്പോൾ നല്ല ബ്ലഡാണ് നമ്മുടെ ബോഡിയിലുള്ള. ഐസിയിലോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് വീണ്ടും നമ്മുടെ റൂമിൽ കൊണ്ടുവന്നു. ഞാനും അമ്മയും ആണ് നോക്കുന്നത്. അണ്ണൻ എന്നും വൈകുന്നേരം വരും, അട്ടൻ എറണാകുളത്ത് തന്നെ ഉണ്ട്, CBI ഡയറക്ടറിൻ്റെ ഷൂട്ടിങ് നടക്കുക. അപ്പോൾ അച്ഛനിങ്ങോട്ട് ഞാനിങ്ങനെ എണീറ്റ്, അപ്പം എത്രയാമത്തെ നിലയിലാണ് ഞങ്ങൾ ലേക്ക് ഷോറിൽ. അപ്പോൾ അവിടെ നിന്ന് പതുക്കെ കൊണ്ടുവന്നിട്ട് ആ കണ്ണാടി ജനലിൽ കൂടെ വിശാലമായ കായല. അപ്പോൾ അങ്ങനെ അവിടെ അച്ഛനെ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു കണ്ടോ ഇപ്പം എവിടാ നോക്ക് എന്ത് ഭംഗിയുണ്ട്, ഇപ്പം എവിടാ നമ്മൾ എവിടാന്നറിയാവോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, സ്വർഗത്തിലാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ആഹാ അപ്പം സ്വർഗത്തിൽ എങ്ങനെ ഞാൻ വന്നത്, അതാ എനിക്ക് മനസ്സിലാവാത്തത്. മറ്റേ സംശയമില്ല. അപ്പം ചിരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ നോർമലായി, അച്ഛൻ ആ തമാശകൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ സ്പോണ്ടേനിയസ് ആയിട്ട്. പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ ഈ ബോധത്തിൽ നിന്ന് അങ്ങ് പോയി. പിന്നെ നാടകമാണ്, നാടകം, രാഷ്ട്രീയം, പ്രസംഗം. നാടകത്തിൽ എങ്ങനെ പോകണം, ഇത്ര മണിക്ക് പോകും, അവിടെ ചെന്നിട്ട് കർട്ടൻ ഇത്ര ലെവലായിട്ട് കെട്ടാൻ പറയൂ കർട്ടൻ, ഇതൊക്കെ തന്നെ. ഈ ഇത്രമാത്രം ആ മനസ്സിൻ്റെ ഉള്ളിൽ ഈ നാടകവും രാഷ്ട്രീയവും ഉണ്ടായിരുന്നു എന്നുള്ള ആ സമയങ്ങൾ അങ്ങനെ നോൺ സ്റ്റോപ്പ് വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും രാജു പറയുന്നത്, രാജു എന്ന ഹസ്ബൻഡിന് അപ്പം മൂത്താൾ രാജുവാണ്, രാജു പറയുന്ന അനുസരിക്കണം കേട്ടോ. നമ്മൾ ആരാ രാജു, രാജുവിനെ അറിഞ്ഞൂടെ, രാജേന്ദ്രൻ, രാജു പറയുന്ന പോലെ അനുസരിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ശരി അനുസരിക്കട്ടെ എന്ന് പറയും. അമ്മ എവിടെ എൻ്റെയൊക്കെ ചോദിച്ചു, അമ്മ എവിടെ, അമ്മ എപ്പോഴും ഈ തലയുടെ ഭാഗത്തായി ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ കണ്ടു. അപ്പം അമ്മ പറഞ്ഞു അമ്മ അന്ന് വല്ലതേ ഇരിക്കുന്നത് അച്ഛൻ്റെ തലയുടെ ഭാഗത്തിരുന്ന് എങ്ങനെയാ അവളെ ഞാൻ കാണും, അവൾക്ക് ഇവിടെ വന്നിരിക്കാൻ പറയുന്നു. അങ്ങനെ അവിടെ കൊണ്ടുവന്നിരുത്തി. പിന്നെ അവർ കൊണ്ടുപോയി. പിന്നെ ചേട്ടൻ വന്നു, ചേട്ടൻ ഷൂട്ടിങ്ങിലാണ്, ചേട്ടൻ വന്നു. ആ രാത്രിയിൽ ഡോക്ടർ വന്നിട്ട് പറയണം കാർഡിയക് അറസ്റ്റ് ഒരു പ്രാവശ്യം വന്നു, വീണ്ടും മെഷീൻ വെച്ചു. നമ്മളങ്ങനെ ഒരു വെന്റിലേറ്ററിൽ ഇടേണ്ടി വരും, അങ്ങനെ വേണോ വേണ്ടോ എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു വെന്റിലേറ്ററിൽ ഇടുന്നില്ല തൊട്ട് താല്പര്യമില്ല, കാരണം അത്രയും വീക്കായ ഒരാൾ പിന്നെ വെന്റിലേറ്ററിൽ ഇട്ട് അപ്പോൾ ഇവിടെ എന്തോ തുളയ്ക്കണം. അപ്പം അമ്മ പറഞ്ഞു അങ്ങനെയുള്ള ഒരു കാരണം നമ്മുടെ മനസ്സിൽ അച്ഛാ വേദനിച്ചു എന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടക്കും. പറഞ്ഞു വേണ്ട വേണ്ട, അതൊക്കെ വെറുതെയാണ്, പാഴാണ്. ഞാനിപ്പോഴും പറയും നിങ്ങളെ 75 80 വയസ്സായ നിങ്ങളുടെ മാതാപിതാക്കൾ നമ്മളെ കണ്ടുകൊണ്ട് സ്വസ്ഥമായിട്ട് മരിക്കാൻ അനുവദിക്കണം. ഇവർ ആ ഒരു മുറി കൊണ്ടുപോയി അവിടെ ഇവിടെയും മെഷീൻസ് വെച്ച് ഇത് പ്രവർത്തിച്ചിട്ട് എന്തിനവർ നമ്മളെ കാണാതെ അവസാനം ഇവർ പറയും കഴിഞ്ഞു, ഇത് മുരി കഴിഞ്ഞു എന്ന് പറയും. എന്തിനാ അത്രയും സമയം നമ്മളെ കൂടെ നിന്ന് നമുക്ക് പക്ഷേ അതിനുള്ളൊരു ഭാഗ്യം വന്നില്ല. പക്ഷെ ചേട്ടനാണ് ആ സമയത്ത് ചെന്നതും, ചേട്ടനുണ്ടായിരുന്നു. പോകുമ്പോൾ ആ കയ്യിൽ അങ്ങനെ പിടിച്ചു, നമ്മളങ്ങനെ പോയി. പക്ഷേ ഈ പറഞ്ഞ കണക്ക് അമ്മയുടെ അമ്മക്ക് അന്നേരം പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലായിരുന്നു. അമ്മയ്ക്ക് അത്ര വലിയ പക്വമതിയൊന്നും അല്ലല്ലോ അമ്മ. അപ്പം അമ്മയുടെ പറഞ്ഞു ഇനി കൊല്ലത്ത് കൊണ്ടുപോയാൽ മതി അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ ആദ്യം ഇങ്ങ് പോന്നു.
അണ്ണനും ചേട്ടനും അച്ഛൻ്റെ ഒപ്പം വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ആൾക്കാരെ കണ്ടപ്പോഴും അമ്മയ്ക്കൊരു സംശയം, നമ്മൾ ഈ അച്ഛൻ എല്ലാം പറ്റിയോ, കറുത്ത കൊടി എങ്ങനെ കറുത്ത കൊടി. പിന്നെ എപ്പോഴും ആൾക്കാരെപ്പോഴത്തേക്ക് രാവിലത്തെ ന്യൂസിൽ ഇത് വന്നല്ലോ, അപ്പോൾ ആൾക്കാർ മൊത്തവും വന്നു. അച്ഛൻ പോയോ മോളെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അച്ഛൻ പോയി.